सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शुक्लां भरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां भिषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। वन्दे श्रीचिन्मयानन्दं देशिकं ब्रह्मवित्तमं तत्त्वज्ञानोपदेष्टारं काश्युत्तरनिवासिनं। शरज्योत्स्नाशुद्धां शशियुधजटाजूडमकुडां वरत्रासत्राण स्फटिकगुडिकापुस्तककरां सकृन्नत्वा नत्वा कथमिव सदां सन्निधदते मधुक्षीरद्राक्षा मधुरिमधुरीणाफणिदयः। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदं वरिष्ठं वातात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि। बुद्धिर्बलं यशोधैर्यं निर्भयत्वमरोगदा अजाढ्यं वाक्पटुत्वं च हनुमत्स्मरणात् भवेत्। ഹരി ഓം. ആരാധ്യ സുഹൃത്തുക്കളെ, അങ്ങനെ ഒരിക്കൽ കൂടി ഭക്തകോടികളായ നിങ്ങളുടെ മുന്നിൽ ഇരിക്കാനും ഭഗവാനെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാനും ഒരു അവസരം കിട്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതാണ്. അതിന് നിമിത്തമായിരുന്ന ഇവിടുത്തെ ഭാരവാഹികളോട് എനിക്കുള്ള കൃതജ്ഞതയെ ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. വിഷയം ബദ്ധനും മുക്തനും എന്നുള്ളതാണ്. ഏകാദശം 10-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഉദ്ധവൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, ഏതദച്യുതമേ ബ്രൂഹി പ്രശ്നവിദാംബരഃ നിത്യമുക്തോ നിത്യബദ്ധ ഏക ഏവേതി മേ ഭ്രമഃ. ഒരേ ഒരു ജീവനെ നിത്യബദ്ധനും നിത്യമുക്തനുമായി കഴിയുന്നത് എങ്ങനെ എന്ന് അറിയുന്നില്ലല്ലോ ഭഗവാനെ. ഇതാണ് ഉദ്ധവൻ ചോദിച്ചത്. ഇതിനുത്തരമായിട്ടാണ് ഭഗവാൻ ബദ്ധമുക്ത സ്വഭാവം വിവരിച്ചു കൊടുക്കുന്നത്. അത് 11-ാം അധ്യായത്തിലെ വിഷയമാണ്. ഇത് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതിനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് LIC കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാമെന്നാണ്. എൽ എന്ന് വിചാരിക്കുന്നത്, എൽ എന്ന് പറയുന്നത് ലോർഡ്, പ്രഭു, ഈശ്വരൻ എന്നർത്ഥം. ഐ എന്നുള്ളത് ഇൻഡിവിജ്വൽ, വ്യക്തി, ജീവൻ എന്നർത്ഥം. സി എന്നുള്ളത് ക്രിയേഷൻ, സൃഷ്ടി, ജഗത്ത്. ലോർഡ്, ഇൻഡിവിജ്വൽ ആൻഡ് ക്രിയേഷൻ. ഈശ്വരൻ, ജീവൻ, സൃഷ്ടി അല്ലെങ്കിൽ ജഗത്ത്. ഇത് മൂന്നായിട്ട് നാം അനുഭവിക്കുന്നതായിട്ട് സമയത്തും മൂന്നല്ല ഒന്ന് തന്നെ എന്ന് നമ്മുടെ ശാസ്ത്രം നമുക്ക് പലപ്പോഴായിട്ട് പറഞ്ഞു തരണു. ഒരേ ഒരു പരമാത്മ, പരബ്രഹ്മ വസ്തു, ആ പരബ്രഹ്മ വസ്തു ജഗത് സൃഷ്ടി നടത്തി, ക്രിയേഷൻ നടത്തി. ആ നടത്തിയതായിട്ട് സമയത്ത് അതിനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു ജീവൻ അതിൻ്റെതായിട്ടുള്ള ആവശ്യം വന്നു. അപ്പോൾ അദ്ദേഹം ജീവനെയും സൃഷ്ടിച്ചു.
ഇങ്ങനെ ജീവനും ജഗത്തുമായി തീർന്നതായിട്ട് സമയത്ത് ഇവരെ രണ്ടുപേരെയും നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മൂന്നാമതൊരാള് നിയന്താവായിരിക്കുന്നതായിട്ടുള്ള ഈശ്വരനും അവിടെ ഉണ്ടായി. തിരിച്ചുമാവാം. ആദ്യമായിട്ട് ഭഗവാൻ ഇൻഡിവിജ്വലിനെ സൃഷ്ടിച്ചു, ജീവനെ സൃഷ്ടിച്ചു. അപ്പൊ ജീവനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഒരു സൃഷ്ടിയുടെ ആവശ്യം വന്നു. ആ സൃഷ്ടിയെ സൃഷ്ടിച്ചു. അങ്ങനെ രണ്ടും കൂടി ആയതായിട്ട് സമയത്ത് അതിന് രണ്ടിനെയും നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഈശ്വരന്റെ ആവശ്യം വന്നു എന്ന് പറയാ. അങ്ങനെ ഒരേ ഒരു പരബ്രഹ്മം മൂന്നായിട്ട് മാറി എന്ന് പറയുന്നത് ശരിയല്ല. മാറിയതുപോലെ തോന്നുന്നു, വ്യവഹാരത്തിൽ മാത്രമേ ഉള്ളൂ മൂന്നെണ്ണം എന്ന് പറയാ. ശരിക്കും അതിനാണ് ക്ലാസിക് ആയിട്ടുള്ള എക്സാമ്പിള്, ഉദാഹരണം നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞു തരുന്നത്. കയറ് എന്തായിട്ട് തോന്നി? നമുക്ക് പാമ്പായിട്ട് തോന്നി. വാസ്തവത്തിൽ കയറ് പാമ്പായിട്ട് തോന്നുമ്പോഴും കയറായിട്ട് തന്നെ ഇരിക്കണം. ഒരിക്കലും തന്നെ അത് പാമ്പായി മാറിയിട്ടില്ല. തോന്നിയതുപോലെ വ്യവഹാരം എന്നർത്ഥം. ഇത് മൂന്നും ഒന്നാണ് എന്നുള്ളതായിട്ടുള്ള യാഥാർത്ഥ്യം നമുക്ക് ലൗകികമായിട്ടുള്ള ആ ഒരു അവസരത്തിൽ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയാ. ശരിക്കും പക്ഷേ ഈ തത്വം നമുക്ക് ഊഹിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപായം, അത് സൃഷ്ടിയിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കണു. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ജീവന് 3 തരത്തിലുള്ളതായിട്ടുള്ള അവസ്ഥാഭേദങ്ങൾ തന്നത്. ജാഗ്രതാവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ എന്നുള്ളതായിട്ടുള്ള 3 അവസരങ്ങൾ. ജാഗ്രതാവസ്ഥയിൽ ജീവൻ ഇന്ദ്രിയങ്ങളിൽ കൂടിയിട്ട് പുറമേയുള്ളതായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണോ, അവയെ കാണുന്നു, അവയെ അറിയുന്നു, അവയുമായിട്ട് വ്യവഹരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണോ. അങ്ങനെ ഇരിക്കുന്നതായിട്ട് സമയത്ത് നമ്മുടെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ജീവൻ, ഏറ്റവും പ്രബലമായിരിക്കുന്നു ആ വ്യക്തിത്വം, ഞാൻ എന്നുള്ളതായിട്ടുള്ള ഭാവം, അത് വളരെ പ്രകടമായിരിക്കുന്നു. അത് വികസിച്ചിരിക്കണോ. അത് വികസിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ഈശ്വരഭാവം, ലോർഡ്ഷിപ്പ്, അത് ഏറ്റവും ചുരുങ്ങിയിട്ട് അറിയപ്പെടാതിരിക്കുന്നു എന്ന് പറയാതിരിക്കും. ലൗകികമായിട്ടുള്ള ദശയിൽ ആ ഈശ്വരത്വത്തെ കുറിച്ചിട്ട് അറിയാനുള്ളതായിട്ടുള്ള ആ ഒരു ചാൻസ്, ആ ഒരു അർഹത വളരെ വളരെ കുറവാണ്. തീരെ നമുക്കറിയാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ പറയാം പലപ്പോഴും. ഇപ്രകാരം ആ ഇന്ദ്രിയങ്ങളിൽ കൂടിയിട്ട് ആ വ്യക്തി കുറെ നേരം വിഷയങ്ങളുമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് സമയത്ത് സ്വാഭാവികമായിട്ടും ഇന്ദ്രിയങ്ങൾക്ക് ഒരു തളർച്ചയുണ്ടാവുന്നു. ഇന്ദ്രിയങ്ങൾക്കുണ്ടാവുന്നതായിട്ടുള്ള ആ തളർച്ച, അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആണ് അടുത്ത അവസ്ഥ, അതായത് സുഷുപ്തി അവസ്ഥ എന്ന് പറയുന്നത്. സുഷുപ്തി അവസ്ഥയിൽ മനസ്സും ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നില്ല. മനസ്സും ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കാത്തത് കൊണ്ട് എൻ്റെ ഉള്ളിലിരിക്കേണ്ടതായിട്ടുള്ള ആ ഇൻഡിവിജ്വൽ വ്യക്തി, ആ ജീവന് പുറത്തേക്ക് പ്രകടമാവാനേ വയ്യ എന്നർത്ഥം. അവൻ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ എന്തുണ്ട്, ഈശ്വരഭാവം വികാസത്തെ പ്രാപിച്ചിരിക്കണോ. ആ വികാസം പ്രാപിച്ചിരിക്കണ ഈശ്വരഭാവത്തെ അറിയാൻ വേണ്ടിയിട്ടുള്ള അറിയുന്നവൻ അവിടെ ഇല്ല. അവൻ അങ്ങോട്ട് ഉറങ്ങിപ്പോയി എന്നർത്ഥം. ശ്രദ്ധിച്ചു നോക്കുന്നതായിട്ട് സമയത്ത് നമുക്ക് മനസ്സിലാവും, ഈ 2 സമയത്തും, അതായത് ജാഗ്രതാവസ്ഥയിലും സുഷുപ്തി അവസ്ഥയിലും ഈശ്വരത്വം അറിയപ്പെടാതിരിക്കുന്നു. ജാഗ്രതാവസ്ഥയില് ജീവന് ഈശ്വരത്വത്തെ അറിയാൻ വേണ്ടിയിട്ടുള്ള സമയ സൗകര്യങ്ങളില്ല. നേരെ മറിച്ചിട്ട് സുഷുപ്തി അവസ്ഥയിലാകട്ടെ അറിയുന്നവൻ അവിടെ ഇല്ല. സുഷുപ്തിയിൽ അറിയുന്നവൻ ഇല്ലാത്തത് കൊണ്ട് അവിടെയും ഈശ്വരത്വം അറിയാതെ തന്നെ പോകുന്നു എന്നുള്ളതാണ്. ഈ അറിയപ്പെടാത്തതായിരിക്കുന്ന തത്വം, ഈശ്വരതത്വം നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് 3ാമത്തെ അവസ്ഥ, അതാണ് സ്വപ്നാവസ്ഥ എന്ന് പറഞ്ഞത്. സ്വപ്നാവസ്ഥ കൊണ്ട് ഭൗതികമായിട്ട് വല്ല പ്രയോജനവുമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൗതികമായിട്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് തന്നെ പറയണം. പക്ഷെ ആത്മീയതയിൽ ഏറ്റവും അധികം പ്രയോജനപ്രദമായിരിക്കുന്നതാണ് സ്വപ്നാവസ്ഥ. സ്വപ്നാവസ്ഥയിൽ മനസ്സ് എന്ത് ചെയ്യുന്നു, സ്വയം ഒരു ലോകത്തെ സൃഷ്ടിച്ചിട്ട് ആ ലോകത്തില് വിഹരിക്കുകയാണ് ചെയ്യുന്നത്. ആ അവസ്ഥയിൽ ജീവത്വത്തിനും ഈശ്വരത്വത്തിനും തുല്യമായിട്ടുള്ള പ്രാധാന്യമാണ്, തുല്യമായിരിക്കുന്ന വികാസമാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരത്വത്തെ അറിയാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം അവിടെ ഒരുക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു സ്വപ്നം നമുക്ക് പരിശോധിക്കാം. ഞാനൊരു സ്വപ്നത്തിൽ പെട്ടു.
വടക്കാഞ്ചേരി ടൗണിൽ കൂടിയിട്ട് ഞാൻ നടക്കുകയാണ്. ആ നടക്കുന്നതായിട്ട് സമയത്ത് പെട്ടെന്ന് ഒരാള് എന്റെ മുന്നിൽ ചാടി വീണു എന്ന് മാത്രമല്ല, എന്നെ അദ്ദേഹം അടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. മേലാകെ അദ്ദേഹം അടിച്ചു, തടിച്ചു, കഴുത്തിന് പിടിച്ചു. എങ്ങനെയെല്ലാമോ ഞാൻ കുതറി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുവെങ്കിലും കൂടിയിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ നിലവിളിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്നതായിട്ട് സമയത്ത് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നൊരു കത്തിയെടുത്തിട്ട് എന്റെ വയറ്റിൽ അങ്ങോട്ട് കുത്തി. ആ കുത്തിയുടെ സമയത്ത് ഞാൻ താഴെ വീണു. അദ്ദേഹം ഓടിപ്പോവുകയും ചെയ്തു. അപ്പൊ അവിടെ താഴെ വീണ് കിടക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, ഞാനുണ്ട് അവിടെ. വയറ് കീറപ്പെട്ടിട്ട് ചോര ഒലിച്ചുകൊണ്ട് കഠിനമായിട്ടുള്ള ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരാള് അവിടെയുണ്ട്, ഒരു വ്യക്തി. ഇനിയോ സ്വപ്നം കാണുന്നതായിട്ടുള്ള വ്യക്തി എന്ത് ചെയ്യുന്നു? ശരിക്ക് ഇങ്ങനെ ഞാൻ അവിടെ വീണ് കിടക്കുന്നതായിട്ടുള്ള എന്നെ നോക്കി നിൽക്കുന്നതായിട്ടുള്ള വേറൊരു ഞാനും അവിടെയുണ്ട്. അപ്പൊ അവിടെ രണ്ട് വ്യക്തിത്വത്തെ നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഒരു വ്യക്തി ദുഃഖത്തിൽപ്പെട്ടിരിക്കണോ, ആ ദുഃഖത്തിൽപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള വ്യക്തി കരഞ്ഞുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ. രണ്ടാമത്തെ വ്യക്തിയാകട്ടെ ആ ദുഃഖിക്കുന്നവനെ, കരയുന്നവനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, വെറും സാക്ഷി എന്നുള്ളതായിട്ടുള്ള ഭാവത്തില്. അപ്പൊ രണ്ട് വ്യക്തിത്വങ്ങള്. ഒരു വ്യക്തി ദുഃഖിയാണ്, അതേ സമയത്തോ വേറൊരു വ്യക്തിയാകട്ടെ സാക്ഷി മാത്രമാണ്. ദുഃഖിയായത് എന്തുകൊണ്ടാണ്? ആ ശരീരത്തോടുള്ളതായിട്ടുള്ള എന്റെ താതാത്മ്യം കൊണ്ടാണ് ഞാൻ ദുഃഖിയായത്. ആ ശരീരത്തിലെ വാസ്തവത്തിൽ ഞാൻ ഇല്ല എങ്കിലും കൂടിയിട്ട് ആ ശരീരം എന്റേതാണ്, അതിൽ ഞാൻ ഉണ്ട് എന്നുള്ളതായിട്ടുള്ള ഭാവത്തോട് കൂടിയിട്ട് ആ സ്വപ്നലോകം വളരെ വളരെ എന്താ പറയാ യഥാർത്ഥമായിട്ട് ആ സ്വപ്ന സമയത്ത് ഞാൻ അനുഭവിക്കുന്നു. അതോടുകൂടിയിട്ട് എന്തുണ്ട്? ഞാൻ ദുഃഖിയായിട്ട് തീരണു. ഈ ദുഃഖത്തിന് പകരമായിട്ടൊരു സുഖ സ്വപ്നമാണെന്നുണ്ടെങ്കിൽ ഞാൻ സുഖിയായിട്ട് ഭവിക്കും. അപ്പൊ ഇപ്രകാരം സുഖ ദുഃഖങ്ങളെ അനുഭവിക്കാനുള്ളതായിട്ടുള്ള കാരണം ശരീരവുമായിട്ടുള്ള താതാത്മ്യമാണ്. അപ്പോൾ ജീവൻ എന്ന് പറയുന്നതായിട്ട് സമയത്ത് ശരീരവുമായിട്ട് താതാത്മ്യപ്പെട്ട് ഇന്ദ്രിയങ്ങളുമായിട്ട് താതാത്മ്യപ്പെട്ട് ആ ഇന്ദ്രിയങ്ങളിൽ കൂടിയിട്ട് സുഖദുഃഖങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ അവൻ കർത്താവുമാണ്, ഭോക്താവുമാണ്. ഞാൻ കാണുന്നു, ഞാൻ നടക്കുന്നു, ഞാൻ ചിരിക്കുന്നു, ഞാൻ വർത്തമാനം പറയുന്നു, ഇങ്ങനെയുള്ളതായിട്ടുള്ള ഭാവം, ഞാൻ എന്നുള്ളതായിട്ടുള്ള ഭാവമുണ്ട് കർത്ത. അതേ സമയത്തോ ഞാൻ സുഖം അനുഭവിക്കുന്നു, ഞാൻ സ്നേഹം അനുഭവിക്കുന്നു, ഞാൻ കാരുണ്യം അനുഭവിക്കുന്നു, ഞാൻ ദുഃഖം അനുഭവിക്കുന്നു, ഇങ്ങനെയുള്ളതായിട്ടുള്ള വിചാരമുള്ളത് കൊണ്ട് അവൻ ഭോക്താവും കൂടിയിട്ടാണ് എന്ന് പറയാ. ശരിക്കും ഇപ്രകാരം കർത്താവും ഭോക്താവുമായിരിക്കുന്നതായിട്ടുള്ള ആ ജീവൻ അവൻ വാസ്തവത്തിൽ അജ്ഞനാണ്. കാരണം അവന് യഥാർത്ഥ സ്ഥിതിയെ കുറിച്ചിട്ട് അറിയുന്നില്ല. അതേ ജീവൻ തന്നെ സ്വപ്നത്തിലുള്ളതായിട്ടുള്ള ഉദാഹരണം മനസ്സിലാക്കിയിട്ട്, എന്താ സ്വപ്നത്തിലുള്ളതായിട്ടുള്ള ഉദാഹരണത്തിൽ കണ്ടത്? ഞാൻ അവിടെ വയറ് കീറപ്പെട്ടിട്ട് ചോരയൊലിച്ചുകൊണ്ട് കഠിനമായിട്ടുള്ള വേദന അനുഭവിച്ചുകൊണ്ട് കിടക്കുന്നതായിട്ട് സമയത്തും എനിക്ക് യാതൊന്നും പറ്റിയിട്ടില്ല. ഉണർന്നതായിട്ട് സമയത്ത് ഞാൻ ഒരിക്കലും തന്നെ ആശുപത്രിയിൽ പോകേണ്ടതായിട്ടുള്ള കാര്യമില്ല. എന്റെ മുറി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആശുപത്രിയിൽ പോകേണ്ടതായിട്ടുള്ള കാര്യമില്ല. കാരണം ആ ശരീരത്തില് ഞാൻ ഉണ്ടായിരുന്നേയില്ല. ആ ശരീരത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല എന്ന് ഉറക്കം ഉണർന്നതായിട്ട് സമയത്ത്, സ്വപ്നത്തിൽ നിന്നും ഉണർന്നതായിട്ട് സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നല്ലോ. അതോടുകൂടിയിട്ട് എന്തുണ്ട്? ആ ശരീരത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിട്ടുള്ള വാസ്തവത്തെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ അവിടെ ദുഃഖിക്കാൻ എന്താ കാരണം? ആ ശരീരവുമായിട്ട് താതാത്മ്യപ്പെട്ടു, ശരീരം ഞാനാണ് എന്നുള്ളതായിട്ട് തെറ്റിദ്ധാരണയോടുകൂടി നോക്കിയപ്പോ ഞാൻ അവിടെ ദുഃഖിക്കാൻ ഇടയായി എന്നുള്ളതാണ്. അപ്പൊ ഈ അതേ ജീവൻ തന്നെ ഇപ്പൊ ശരീരത്തോടുള്ളതായിട്ടുള്ള താതാത്മ്യത്തെ വിട്ടിട്ട് അത് സ്വപ്നത്തിലുള്ളതായിട്ടുള്ള ഈ ഉദാഹരണത്തിൽ കൂടിയിട്ട് വേണം നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് മനസ്സിലാക്കിയിട്ട് തന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതായിട്ടുള്ള സാക്ഷിഭാവം, ആ ഈശ്വരത്വമുണ്ടല്ലോ, അതുമായിട്ട് താതാത്മ്യപ്പെട്ടിരിക്കുന്നതായിട്ട് സമയത്ത് അവൻ മുക്തനാണ്, അവൻ സാക്ഷി മാത്രമാണ്, അവൻ ജ്ഞാനിയാണ് എന്ന് പറയാം. അത് സ്വപ്നാവസ്ഥയിൽ മാത്രമല്ല, ശാസ്ത്ര പഠനം കൊണ്ടും സ്വപ്നാവസ്ഥയെ നമ്മൾ വിശകലനം ചെയ്യുന്നത് കൊണ്ടും നമുക്ക് ഓരോരുത്തർക്കും ജാഗ്രതാവസ്ഥയിൽ പോലും നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഞാനിതാ ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് അറിയുന്നതായിരിക്കുന്ന വേറൊരു ഞാൻ എൻ്റെ ഉള്ളിലുണ്ട്. ആ ഞാൻ വെറും സാക്ഷി മാത്രമാണ്.
ആ സാക്ഷി പറയുന്നു, ഇതാ നീ സംസാരിച്ചു കൊണ്ടിരിക്കണു. അതേമാതിരി കേൾക്കുന്നതായിട്ടുള്ള നിങ്ങള് കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് സമയത്തും നിങ്ങളുടെ ഉള്ളില് വേറൊരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം എന്ത് പറയണോ? ഇതാ ഇവൻ കേട്ടുകൊണ്ടിരിക്കണു എന്ന് പറയണു. അപ്പൊ ഈ രണ്ട് വ്യക്തിത്വങ്ങള് എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് എന്ന് പറയാം. പ്രവർത്തിക്കുന്നവൻ കർത്ത, ഭോക്ത എന്നുള്ളതില് നേരെ മറ്റവനാരാണ്? വെറും സാക്ഷി മാത്രമാണ്. സ്വപ്നലോകത്തിൽ കൂടിയിട്ട്, സ്വപ്നാവസ്ഥയിൽ കൂടിയിട്ട് വേണം നമ്മളിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സ്വപ്നലോകം, സ്വപ്നാവസ്ഥ എന്നുള്ളത് മിഥ്യയാണ് എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. നേരെ മറിച്ചിട്ട് ജാഗ്രതാവസ്ഥ സ്വപ്നാവസ്ഥയെ പോലെ തന്നെയാണെന്നുണ്ടെങ്കിലും അത് കുറേയും കൂടി സമയദൈർഘ്യം ഉള്ളതാണ്. ആ വ്യവഹാരത്തിൻ്റെതായിട്ട് സമയദൈർഘ്യം അവിടെ കൂടുതൽ ആണ് എന്നർത്ഥം. അപ്രകാരം നമ്മൾ ചിന്തിക്കുന്നതായിട്ട് സമയത്ത് ഒരേ ഒരു വ്യക്തി തന്നെ എന്തായിരിക്കുന്നു? സാക്ഷിയുമായിരിക്കുന്നു, അതേ സമയത്ത് ഭോക്താവുമായിരിക്കുന്നു. ഭോക്താവായിരിക്കുന്നതായിട്ട് സമയത്ത് അവൻ ബദ്ധനാണ്, സാക്ഷിയായിരിക്കുന്നതായിട്ട് സമയത്ത് അവൻ മുക്തനാണ്. അപ്പൊ ഇപ്രകാരം നമ്മൾ ചിന്തിക്കുന്നതായിട്ട് സമയത്ത് ബന്ധവും മോക്ഷവും പരമാർത്ഥത്തിൽ ഇല്ല എന്നുള്ളത് മനസ്സിലാവും. രണ്ടും എന്താണ്? മായാസ്വരൂപങ്ങളാണ്. ഇത് തന്നെയാണ് ഭഗവാൻ ഉദ്ധവനോട് 11-ാം അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. ബദ്ധോ മുക്ത ഇതി വ്യാഖ്യ ഗുണദോമേന വസ്തുതഃ ഗുണസ്യ മായാമൂലത്വാദ് നമേ മോക്ഷോ ന ബന്ധനഃ. ബന്ധഃ മുക്തഃ ഇതി വ്യാഖ്യ. വ്യാഖ്യ എന്നുള്ളതിനർത്ഥം ആഖ്യാനം, വിവരണം, വിശദീകരണം, വർണ്ണന, നിരൂപണം എന്നൊക്കെയാണ്. അപ്പൊ ബദ്ധനെന്നും മുക്തനെന്നുമുള്ളതായിട്ടുള്ള നിരൂപണം, ബദ്ധനെന്നും മുക്തനും എന്ന പേരുള്ളതായിട്ടുള്ള ആ വിശദീകരണങ്ങള്, ആ വർണ്ണനകളൊക്കെ തന്നെ എന്താണ്? മേ ഗുണദഹ. ഭഗവാൻ പറയണു, എന്റെ ഗുണത്തിൽ നിന്നുണ്ടാവുന്നതാണ്, എന്റെ ഗുണനിമിത്തം മാത്രമാണ്. ന വസ്തുതഃ, യാഥാർത്ഥത്തിൽ ഇല്ലേ ഇല്ല. ഗുണത്തിന് എന്താ കാരണം? ഗുണസ്യ മായാമൂലത്വാത്, ഗുണത്തിന് കാരണമായിരിക്കുന്നത് മായയാണ്. അതുകൊണ്ട് എന്തുണ്ട്? മേ ന ബന്ധനം ന മോക്ഷ. അതുകൊണ്ട് എനിക്ക് ബന്ധവുമില്ല മോക്ഷവുമില്ല. ഇതാണ് ഭഗവാൻ അവിടെ പറഞ്ഞു തരുന്നത്. സത്വരജസ്തമോ ഗുണങ്ങള്, ആ സത്വരജസ്തമോ ഗുണങ്ങളാൽ തോന്നുന്നത് മാത്രമാണ് ബന്ധവും മുക്തിയും. ഗുണങ്ങൾക്ക് കാരണമായിരിക്കുന്നതാകട്ടെ മായയാണ്. മായ എന്താണ്? ശങ്കരാചാര്യസ്വാമികൾ വിവേക ചൂടാമണിയില് വളരെ മനോഹരമായിട്ട് മായയെ കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരും. അവ്യക്തനാംനി പരമേശ ശക്തി അനാദ്യ വിദ്യ ത്രിഗുണാത്മിക പര കാര്യാനുമേയ സുധിയൈവ മായ യയ ജഗത് സർവമിതം പ്രസൂയതേ എന്ന് മായയെ കുറിച്ചിട്ട് പറഞ്ഞു തരണു. അവ്യക്തനാംനി, മായയുടെ പേരെന്താണ്? അവ്യക്തം എന്നാണ് പേര്. അതാണ് അവ്യക്തനാംനി. എന്താണത്? പരമേശ ശക്തി. അത് പരമാത്മ സ്വരൂപിയായിരിക്കുന്ന ഈശൻ എല്ലാറ്റിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശക്തി തന്നെയാണ് പരമേശ ശക്തി. അത് അനാദിയാണ്, അതിന് തുടക്കമില്ല. കാരണം അതെന്താണ്? അവിദ്യയാണ്. അവിദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവില്ലായ്മ, അജ്ഞാനം എന്നർത്ഥം. അറിവില്ലായ്മയ്ക്ക് എന്തില്ല? തുടക്കമില്ല. അറിവില്ലായ്മയ്ക്ക് ഒടുക്കം മാത്രമേ ഉള്ളൂ എന്ന് പറയാം. നിങ്ങൾ എന്നോട് ചോദിച്ചു, അങ്ങേക്ക് നീന്താൻ അറിയോ ചോദിച്ചു. ഞാൻ പറഞ്ഞു നീന്താൻ അറിയില്ല. എന്ന് മുതൽക്കാണ് ഇത് അറിയില്ല? എന്ന് മുതൽക്കാണ് അറിയില്ല എന്ന ചോദ്യമേ ഇല്ല, അതിന് ഉത്തരമില്ല. നേരെ മറിച്ച് എന്ന് മുതൽക്ക് അറിയാം? അത് ഞാനത് പഠിച്ചതിന് ശേഷം ഞാനൊരു 6 മാസത്തെ ക്രാഷ് കോഴ്സിൽ ചേർന്നു. എന്നിട്ട് നീന്തലൊക്കെ പഠിച്ചു വന്നു. 6 മാസം കഴിഞ്ഞപ്പോ നിങ്ങൾ എന്നെ കണ്ടു, ചോദിച്ചു നീന്തലറിയാമോ എന്ന്. ഞാൻ പറഞ്ഞു നീന്തലറിയാം. എന്ന് മുതൽക്ക് അറിയാം? വളരെ ചെറുപ്പം മുതൽക്ക് എന്നെ അറിയോ? ഇല്ല ഇല്ല, അപ്പോഴൊന്നും അറിയില്ല. ഇതാ ഇപ്പോ അടുത്തൊരു ദിവസം തൊട്ടിട്ട് ഇവിടുന്ന് 6 മാസം കഴിഞ്ഞാല് 2015 ജൂൺ മാസത്തില് 4-ാം തീയതി മുതൽക്ക് എനിക്കറിയാം, പറയാൻ സാധിക്കും. പക്ഷെ എന്ന് മുതൽക്ക് അത് അറിയില്ല, എന്ന് മുതൽക്ക് അറിയില്ല എന്നുള്ളതിന് ഉത്തരമില്ല എന്ന് പറയാം. അതുകൊണ്ടാണ് അതിനെന്ത് പറഞ്ഞത്? അനാദി അവിദ്യ. അത് അനാദിയാണ്, അവിദ്യയാണ്. ത്രിഗുണാത്മിക. ത്രിഗുണാത്മിക 3 ഗുണങ്ങളാണ് അതിൻ്റെതായിരിക്കുന്ന രൂപം, അല്ലെങ്കിൽ അവളുടേതായിരിക്കുന്ന രൂപം. എന്താണ്? 3 ഗുണങ്ങളാണ്, സത്വരജസ്തമോ ഗുണങ്ങൾ തന്നെയാണ്. പരാ എന്ന് പറഞ്ഞു. പരാ എന്ന് വെച്ചാൽ മൂല കാരണമായിരിക്കുന്നു, എല്ലാറ്റിനും കാരണമായിരിക്കുന്നതാണ് മായ. കാര്യാനുമേയ. പക്ഷെ അവളെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അവളുടേതായിട്ടുള്ള കാരണമാകുന്ന അവളുടെ കാര്യങ്ങളിൽ കൂടിയിട്ട് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്.
സ്വർണത്തെ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആഭരണങ്ങളിൽ കൂടിയിട്ട് മനസ്സിലാക്കണം. വസ്ത്രത്തിൽ കൂടിയിട്ട് നമ്മൾ പരുത്തിയെ മനസ്സിലാക്കുന്നു, കുടത്തിൽ കൂടിയിട്ട് നമ്മൾ മണ്ണിനെ മനസ്സിലാക്കുന്നു. എന്നതുപോലെ മായയുടേതായിട്ടുള്ള കാര്യമായിരിക്കുന്നതായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ കൂടിയിട്ട് അവളെ അനുമേയ അനുമാനിക്കപ്പെടേണ്ടതാണ് എന്നാ പറഞ്ഞത്, ഊഹിക്കേണ്ടതാണ് എന്നാ പറഞ്ഞത്. പക്ഷെ അത് എല്ലാവർക്കും സാധിക്കില്ല. സുധിയ ഏവ, നല്ല സൂക്ഷ്മമായിരിക്കുന്ന വിവേകബുദ്ധിയുള്ള ആൾക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു സുധിയ ഇവ കാര്യാനുമേയ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു യാതൊരുവളാൽ ഇതം ജഗത് സർവം പ്രസൂയതേ, ഈ കാണുന്നതായിട്ടുള്ള ജഗത്ത് മുഴുവൻ തന്നെ സൃഷ്ടിക്കപ്പെടുന്നു, ഉത്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു തന്നത്. അപ്പോ വീണ്ടും അടുത്ത ശ്ലോകത്തിൽ അദ്ദേഹം പറയും, സന്നാപ്യസന്നാപ്യുഭയാത്മികാനോ മഹാത്ഭുത അനിർവചനീയ രൂപ. അതിനെ സത്തെന്ന് പറയാൻ പറ്റില്ല. സത്ത് എന്ന് വെച്ചാൽ ഉള്ളത് എന്ന് പറയാൻ പറ്റില്ല മായയെ. എന്നാ അസത് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല എന്നും പറയാൻ പറ്റില്ല. ഉഭയാത്മിക, അത് രണ്ടും ചേർന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ അതും പറയാൻ പറ്റില്ല. എന്തേ പറയാൻ പറ്റുള്ളൂ? ഒന്നേ പറയാൻ പറ്റുള്ളൂ, മഹാത്ഭുത, മഹത്തായിരിക്കുന്ന അദ്ഭുതം എന്ന് മാത്രമേ അതിനെക്കുറിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പറഞ്ഞു അനിർവചനീയ രൂപ, അതിനെ ഒരിക്കലും തന്നെ നിർവചിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. വാക്കുകളെ കൊണ്ട് അതിനെ നിർവചിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ എന്ന് വേദം അവിടെ പറഞ്ഞു നിർത്തി. ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു അനിർവചനീയ രൂപ, അതിന് വാക്കുകളിൽ കൂടിയിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇല്ലാത്തതായിരിക്കുന്ന മായ, ഇല്ലാത്തതായിരിക്കുന്നതായിട്ടുള്ള ഗുണങ്ങള്, അപ്പൊ ഇല്ലാത്തതായിരിക്കുന്ന ഗുണങ്ങളിൽ നിന്നും ഉണ്ടാവുന്ന ബന്ധമുക്തികളൊക്കെ തന്നെ വാസ്തവത്തിൽ ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? ഒരിക്കലും ഇല്ലാത്തതാണ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് എന്ന് പറയാ. ശരിക്കും നോക്കൂ, ഈ ഒരു പ്രഭാഷണം കഴിഞ്ഞാല് നിങ്ങൾ എല്ലാവരും വന്നോളൂ, നിങ്ങൾക്കൊക്കെ സ്വർണം തരാം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതിനൊരു പാത്രം കൊണ്ടുവരണം. എന്ത് പാത്രമാണ് കൊണ്ടുവരേണ്ടത്? മുയലിന്റെ കൊമ്പ് കൊണ്ടുവന്നോളൂ, ആ മുയലിന്റെ കൊമ്പ് നിറച്ചിട്ട് നിങ്ങൾക്കൊക്കെ സ്വർണം തരാം എന്ന് ഞാൻ ഇവിടുന്ന് പ്രതിജ്ഞ ചെയ്താൽ മനസ്സിലായല്ലോ, അതിന് യാതൊരു വിധത്തിലുള്ള അർത്ഥമില്ല. അതേമാതിരിയാണ് ഇല്ലാത്ത ഗുണങ്ങളിൽ നിന്ന് ഇല്ലാത്ത മായ ഉണ്ടായി, ഇല്ലാത്ത മായയിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായി എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം സൃഷ്ടി എന്നുള്ളത് വാസ്തവത്തിൽ ഇല്ലാത്തതും ഉണ്ട് എന്ന് തോന്നുന്നതും മാത്രമാണ് എന്നർത്ഥം. എങ്കിലും ഇപ്പോൾ നമ്മൾ അതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കണം. അതിനാണ് വ്യവഹാരം എന്ന് പറയുന്നത്. ഇപ്പോ അനുഭവിക്കുന്നതായിട്ട് സമയത്ത് ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ട്? ബന്ധമുണ്ട്, മുക്തിയുണ്ട്, രണ്ടും ഉണ്ട്. അതിന് കാരണങ്ങളായിട്ടാണ് നമുക്ക് നമ്മുടെ പൂർവികന്മാര്, നമ്മുടെ ഋഷിമാര് പറഞ്ഞു തരുന്നത്. അതിന് കാരണമായിരിക്കുന്നത് ഗുണങ്ങളാണ്. ഗുണങ്ങൾ എങ്ങനെയാ നമ്മളെ ബന്ധിക്കുന്നത്? ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു തരണു. 14-ാം അധ്യായത്തിൽ ഗുണങ്ങളെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അവിടെ പറയണു, സത്വം രജസ്തമ ഇതി ഗുണ പ്രകൃതി സംഭവാഹ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനം അവ്യയം. സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളുണ്ട് അർജുന. ആ 3 ഗുണങ്ങൾ പ്രകൃതി സംഭവാഹ, പ്രകൃതിജന്യങ്ങളാണ്, പ്രകൃതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളവയാണ്. അവ എന്ത് ചെയ്യുന്നു? നിബധ്നന്തി, ബന്ധിക്കുന്നു. ആരെയാണ് ബന്ധിക്കുന്നത്? അവ്യയം ദേഹിനം, നാശരഹിതനായിരിക്കുന്ന ആ ദേഹിയെ ബന്ധിക്കുന്നു. എവിടെ? ദേഹേ, ദേഹത്തിൽ ബന്ധിച്ചിടുന്നു എന്നാ പറഞ്ഞത്. ഇനി എപ്രകാരം ബന്ധിക്കുന്നു? അതും ഭഗവാൻ അതേ അധ്യായത്തിൽ തന്നെ വേറൊരു ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു. സത്വം സുഖേ സഞ്ചയതി രജകർമ്മണി ഭാരത ജ്ഞാനമാവൃത്യതു തമഃ പ്രമാദേ സഞ്ചയത്യുത. പറയുന്നു അവിടെ സത്വഗുണം സുഖത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്, രജോഗുണമാകട്ടെ കർമ്മത്തിലേക്ക് നമ്മളെ നയിക്കുന്നു, തമോ ഗുണമാകട്ടെ നമ്മുടെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള വിവേകത്തെ മറച്ചിട്ട് പ്രമാദങ്ങളിലേക്ക് ജീവനെ നയിക്കുന്നു. എന്നിട്ട് അവിടെ ബന്ധിക്കുന്നു. ജീവനെ നയിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നതാണ് അർത്ഥം. സത്വഗുണ പ്രധാനമായിട്ടുള്ള അന്ധകരണത്തിൽ കൂടിയിട്ട് നമ്മൾ വിഷയങ്ങളെ അനുഭവിക്കുന്നതായിട്ട് സമയത്ത് സുഖമാണ് നമുക്ക് കിട്ടുന്നത്. ആ സുഖം എങ്ങനെയിരിക്കുന്നത്? എന്നുമെന്നും ഓർത്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സുഖമാണ്. നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവാം. ഒരു 4-5 മാസം മുമ്പേ ഏതോ ഒരു കല്യാണത്തിന് പോയതായിട്ട് സമയത്ത് നിങ്ങൾ രുചിച്ച് നോക്കിയിരിക്കുന്നതായിട്ടുള്ള ആ പാലട പ്രഥമൻ, അതിന്റെ രുചി ഇപ്പോഴും നിങ്ങളുടെ നാവിലുണ്ട്. അതിനുശേഷം നിങ്ങൾ പാലടപ്രഥമൻ കഴിച്ചിട്ടില്ലേ?
തീർച്ചയായിട്ടും കഴിച്ചിട്ടുണ്ട്, പക്ഷേ അതുപോലെ ആയിട്ടില്ല. ഇങ്ങനെയുള്ളതായിട്ടുള്ള അനുഭവം എല്ലാവർക്കും ഉള്ളതാണല്ലോ. എന്ന് വെച്ചാൽ എന്താർത്ഥം? ആ അനുഭവം അന്ന് ഞാൻ അനുഭവിക്കുന്നതായിട്ട് സമയത്ത് എന്റെ അന്ധകരണം സത്വഗുണ പ്രധാനമായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം അനുഭവിച്ചിട്ടുണ്ട്, പക്ഷെ അത്രയും സത്വഗുണ പ്രധാനമായിരുന്നില്ല എന്റെ അന്ധകരണം. അതുകൊണ്ട് അവയെക്കുറിച്ചുള്ളതായിട്ടുള്ള ആ സുഖ ഓർമ്മ എനിക്കില്ല. നേരെ മറിച്ച് അന്ന് ഞാൻ അനുഭവിച്ച ആ സുഖത്തെക്കുറിച്ച് എന്നും ഓർത്തുകൊണ്ടിരിക്കുന്നു. ഇനി രണ്ടാമതായിട്ട് രജോഗുണമാകട്ടെ, രജോഗുണം എന്ത് ചെയ്യുന്നു? ശരിക്ക് അനുഭവിക്കുന്നതായിട്ട് സമയത്ത് അത് വേണ്ട രീതിയിൽ വേണ്ട മാതിരി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് സുഖം ഉണ്ടായി എന്നും തോന്നും, സുഖം ഉണ്ടായില്ല എന്നും തോന്നും. അതുകൊണ്ട് തന്നെ എന്താണ്, വീണ്ടും വീണ്ടും നമ്മളെ കർമ്മങ്ങളിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കുന്നു. തീരാത്ത കർമ്മങ്ങള്. നേരെ മറിച്ച് തമോ ഗുണപ്രധാനമാണ് അന്ധകരണെങ്കിലോ അവിടെ നമ്മൾ അനുഭവിക്കുന്നതൊക്കെ എന്താണ്? ആലസ്യത്തിൽ കൂടിയിട്ടാണ്, നിദ്രയിൽ കൂടിയിട്ടാണ്, അതേമാതിരി തന്നെ എന്താണ്? മയക്കത്തിൽ കൂടിയിട്ടാണ്. അതാണ് പ്രമാദം എന്നൊക്കെ പറഞ്ഞത്. ഇപ്രകാരം 3 ഗുണങ്ങളും നമ്മളെ 3 തരത്തില് ഈ ദേഹത്തിൽ ബന്ധിച്ചിടുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഉദ്ധവനോട് 11-ാം അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകത്തിൽ പറയണു, ഇന്ദ്രിയൈരിന്ദ്രിയാർത്ഥേഷു ഗുണൈരപി ഗുണേഷു ച ഗൃഹ്യമാണേഷ്വഹം കുര്യാത് ന വിദ്വാൻ യസ്തു അവിക്രിയഃ. ഇന്ദ്രിയൈഹി, ഇന്ദ്രിയങ്ങളെ കൊണ്ട്, ഇന്ദ്രിയാർത്ഥേഷു, ഇന്ദ്രിയാർത്ഥങ്ങളായിരിക്കുന്ന വിഷയങ്ങളെ, ഗൃഹ്യമാണേഷു, അതിനെ ഗ്രഹിക്കുന്നതായിട്ട് സമയത്ത്, അതിനെ അനുഭവിക്കുന്നതായിട്ട് സമയത്ത്, അഹം ന കുര്യാത്, ഞാൻ എന്നുള്ളതായിട്ടുള്ള ഭാവം വേണ്ട ഉദ്ധവ എന്നാണ് അവിടെ ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. ഞാൻ എന്നുള്ളതായിട്ടുള്ള ഭാവം വരാത്തവനെ കുറിച്ചിട്ട് പറഞ്ഞു, അവൻ വിദ്വാനാണ്, അവൻ അവിക്രിയ, അവൻ നൈഷ്കർമ്മിയാണ്, അവന് കർമ്മങ്ങളൊന്നുമില്ല, അവൻ ഒരു കർമ്മവും ചെയ്തിട്ടില്ല എന്നുള്ളത് അവിടെ പറഞ്ഞു. അവൻ വെറും സാക്ഷി മാത്രമാണ്. എന്റെ കാരണം ഗുണൈഹി ഇന്ദ്രിയൈഹി, കണ്ടോ, ഗുണകാര്യങ്ങളാണ് ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ. അനുഭവിക്കുന്നതായിട്ടുള്ള ഇന്ദ്രിയാർത്ഥങ്ങളാകട്ടെ എങ്ങനെയിരിക്കുന്നു? ഗുണേഷു ഇന്ദ്രിയാർത്ഥേഷു എന്നാ പറഞ്ഞത്. അവിടെ എന്തുണ്ട്? ഗുണങ്ങളുടെ തന്നെ കാര്യം തന്നെയാണ് വിഷയങ്ങളും. അവയെ ഗൃഹ്യമാണ് യേശു, അവയെ ഗ്രഹിക്കുന്നതായിട്ട് സമയത്ത് ഞാൻ എന്നുള്ളതായിട്ടുള്ള ഭാവം വരേണ്ടതായിട്ടുള്ള കാര്യമില്ല. കാരണം ഇന്ദ്രിയങ്ങൾ എന്താണ്? സൃഷ്ടിക്രമം നമുക്ക് ഭാഗവതത്തില് പറഞ്ഞു തരണു. ഇന്ദ്രിയങ്ങൾ എന്നുള്ളത് പഞ്ചഭൂതങ്ങളുടെ അല്ലെങ്കിൽ പഞ്ചതന്മാത്രകളുടെ എന്താണ്? രജോ ഗുണ അംശത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളവയാണ്. വിഷയങ്ങളാകട്ടെ ഇതേ പഞ്ചഭൂതങ്ങളുടെ തമോ അംശത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ വാസ്തവത്തിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? പഞ്ചഭൂതങ്ങളുടെ രജോ ഗുണ അംശം പഞ്ചഭൂതങ്ങളുടെ തമോ ഗുണ അംശവുമായിട്ട് ചേരുന്നു, സ്പർശിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ. അതില് ഞാൻ എന്നുള്ളതായിട്ടുള്ള ഭാവം വരേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവും ഇല്ല എന്ന് പറയാം. ഇതേ ആശയം ഭഗവത്ഗീതയിലും ഭഗവാൻ പറഞ്ഞു തരണോ? എനിക്ക് തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഹോ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാന സജ്ജതേ. ഗുണകർമ്മ വിഭാഗയോഹോ തത്വവിത്, ഗുണങ്ങളെക്കുറിച്ചിട്ടും കർമ്മങ്ങളെക്കുറിച്ചിട്ടും അതിന്റെ വിഭാഗീയതയെക്കുറിച്ചിട്ടുള്ള തത്വത്തെക്കുറിച്ചിട്ട് അറിയുന്നവനാകട്ടെ ഗുണാഗുണേഷു വർത്തന്ത, ഗുണങ്ങൾ ഗുണങ്ങളിൽ പ്രവർത്തിക്കുന്നു, ഇതി മത്വ എന്ന് വിചാരിച്ചിട്ട് എന്ന സജ്ജതേ, അവൻ ഒന്നിനോട് മുട്ടിപ്പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്നതായിട്ടുള്ള തന്മാത്രകള്, അതാണ് സൃഷ്ടിക്ക് ആദ്യമായിട്ടുണ്ടായതായിട്ട് പറയുന്നത്. മഹത്വത്വം, അഹങ്കാരതത്വം, പിന്നെ അഹങ്കാരതത്വം 3ആയിട്ട് വിഭജിച്ചുവെന്നും, സാത്വികാംശം, രാജസികാംശം, അതുമാതിരി തന്നെ താമസികമായിട്ടുള്ള അംശം എന്ന് പറഞ്ഞു. അതിൽ നിന്ന് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാക്കുന്നതായിട്ട് പഞ്ചതന്മാത്രകളുണ്ടായി. പഞ്ചതന്മാത്രകളിൽ നിന്നാണ് ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി തുടങ്ങിയതായിട്ടുള്ള പഞ്ചഭൂതങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇപ്രകാരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ട് സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒന്നെടുക്കാം. രൂപം എന്നുള്ളതായിട്ട് തന്മാത്ര എടുക്കാം. രൂപ തന്മാത്രകൾ അന്യോന്യം കൂടി ചേർന്നിട്ടാണ് തേജസ് അല്ലെങ്കിൽ അഗ്നി എന്നുള്ളതായിട്ടുള്ള 3ാമത്തെ ഭൂതം ഉണ്ടായിട്ടുള്ളത്. ഈ രൂപ തന്മാത്രയുടെ രാജസീകമായിട്ടുള്ള അംശമാണ് നമ്മൾ ഓരോരുത്തരുടെയും നേത്രത്തിലിരിക്കുന്നത്, കണ്ണുകളിലിരിക്കുന്നത്. കണ്ണുകൾ കാണുന്നതായിട്ട് രൂപം എന്താണ്? കണ്ണുകൾ കാണുന്നതായിട്ടുള്ള നിറം എന്താണ്? അത് ഇതേ രൂപ തന്മാത്രയുടെ തമോ ഗുണ അംശമാണ്. അപ്പൊ കണ്ണുകൊണ്ട് കാണുന്നു എന്ന് പറയുന്നതായിട്ട് സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? കണ്ണ് ആ രൂപ തന്മാത്രയുടെ രജോ ഗുണമാണ്. രൂപം, നിറം എന്ന് പറയുന്നതാകട്ടെ അതേ തന്മാത്രയുടെ താമസ അംശമാണ്.
അപ്പൊ രൂപതന്മാത്രയുടെ രജോ ഗുണ അംശം രൂപതന്മാത്രയുടെ തമോ ഗുണ അംശവുമായിട്ട് ചേർന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? രജോ ഗുണം തമോ ഗുണത്തിൽ പ്രവർത്തിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഈ രജോ ഗുണം തമോ ഗുണത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് സമയത്ത് ഞാൻ എന്തിന് ഞാൻ കണ്ടു എന്ന് പറയണം? അതുകൊണ്ടാണ് പറഞ്ഞത് അഹം ന കുര്യാത് എന്ന് ഭഗവാൻ അവിടെ ഉദ്ധവന് പറഞ്ഞു കൊടുത്തത്. ഭഗവാൻ അവിടെ തുടർന്ന് പറയണു ഭഗവത്ഗീതയില്, പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹംകാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. എന്തോ പ്രകൃതേഹേ ഗുണൈഹി, പ്രകൃതിയിലുള്ളതായിട്ടുള്ള ഗുണങ്ങളെ കൊണ്ട് സർവശഃ കർമാണി ക്രിയമാണാനി, എല്ലാ തരത്തിലുള്ളതായിട്ടുള്ള കർമ്മങ്ങളും അവിടെ ചെയ്യപ്പെടുന്നു. പക്ഷെ അതേ സമയത്ത് വിമൂഢാത്മാ, വിശേഷേണ മൂഢനായിരിക്കുന്നവൻ എന്ത് വിചാരിക്കുന്നു? അഹങ്കാരിയാണവൻ, എല്ലാറ്റിലും അവന് ഞാൻ 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 എന്നുള്ളതായിട്ടുള്ള വിചാരമുണ്ട്. അതുകൊണ്ട് കർത്താഹമിതി മന്യതേ, ഞാനാണ് കർത്താവെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ രുചിക്കുന്നു, ഞാൻ സ്പർശിക്കുന്നു എന്നെല്ലാറ്റിലും അവിടെ ഞാനിനെ കൊണ്ടുവരുന്നു എന്ന് പറയാം. വിവേകാനന്ദ സ്വാമികൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, വേദാന്തം ധീരമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത്. ഞാൻ നിഷ്കളങ്കനും നിരഞ്ജനുമാണ്, ഒരിക്കലും തന്നെ ബദ്ധനായിരുന്നിട്ടില്ല. ബദ്ധനാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ബദ്ധനാകും. നേരെ മറിച്ചിട്ട് മുക്തനാണെന്ന് അറിഞ്ഞാലോ നിങ്ങൾ മുക്തൻ തന്നെ എന്നവിടെ പറഞ്ഞു. ഇതേ ആശയമാണ് ഭഗവാൻ ഉദ്ധവനോട് പറയണത് 10ാമത്തെ ശ്ലോകത്തില്, 11ാം അധ്യായം 10ാമത്തെ ശ്ലോകത്തില്. ദൈവാദീനേ ശരീരേസ്മിൻ ഗുണഭാവ്യേന കർമ്മണ വർത്തമാനോ ഭുതസ്തത്ര കർത്താസ്മീതി നിബധ്യതേ. ദൈവാധീനേ അസ്മിൻ ശരീരേ, ദൈവത്തിന് അധീനമായിരിക്കുന്നു ഈ ശരീരം എന്നാണ്. ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേറ്റ്, വിധി, പ്രാരബ്ധം എന്നൊക്കെയാണ് അർത്ഥം. ഈ ശരീരം ഉണ്ടാവാനുള്ളതായിട്ടുള്ള കാരണം എന്താണ്? ഞാൻ നേരത്തെ ചെയ്തിരിക്കുന്നതായിട്ടുള്ള കർമ്മങ്ങളുടേതായിട്ടുള്ള ഫലമാണ്. ഓരോരോ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നതായിട്ട് സമയത്ത് ഇനിയും ഇനിയും കർമ്മങ്ങൾ ചെയ്യാനുള്ളതായിട്ടുള്ള ഭാവം നമ്മുടെ ഉള്ളിലോ സൂക്ഷ്മഭാവത്തിലോ വന്ന് ചേരുന്നു. അതിനെയാണ് വാസനകൾ എന്ന് പറയുന്നത്. ഇപ്പൊ ചെയ്യുന്ന കർമ്മം കൊണ്ട് വരാനിരിക്കുന്ന വാസനകൾക്ക് ആഗാമി വാസനകൾ എന്ന് പറയും. ആ വാസനകൾ എന്റെ അടുത്ത് വന്നു ചേർന്നു കഴിഞ്ഞാൽ അത് സഞ്ചിത വാസനകളായിട്ട് തീർന്നു. സഞ്ചിത വാസനകളിൽ ഏതെന്നാണോ പക്വമാകുന്നത് അതിനെ പ്രാരബ്ധ വാസനകളായിട്ട് പറയണോ. പ്രാരബ്ധ വാസനകളാണ് നമ്മളെ ഓരോരുത്തരെയും അതാത് അനുഭവ മണ്ഡലങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിതാ ഇവിടെ ഇരിക്കുന്നു നിങ്ങളുടെ മുന്നില്, എന്റെ വീട് എത്രയോ ദൂരെയാണ്, അവിടെ നിന്നും ഞാൻ ഇവിടെ വന്നിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്റെ പ്രാരബ്ധം. നിങ്ങൾ എല്ലാവരും എന്നാ ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറയണതായിട്ട് സമയത്ത് അത് നിങ്ങളുടെ പ്രാരബ്ധം. അപ്പൊ ശരീരം വന്നു, ശരീരമാണ് വാസ്തവത്തിൽ വന്നത്. ഞാൻ വന്നു എന്ന് നമ്മൾ പറയണതായിട്ട് സമയത്ത് വാസ്തവത്തിൽ എന്താ വന്നത്? ഞാനല്ല വന്നത്. കാരണം ഞാൻ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവനാണ്. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വയ്യ. പക്ഷെ ശരീരം വന്നു. ശരീരം ഉപാധിയാണ്. ഉപാധി വന്നതായിട്ട് സമയത്ത് ശരീരവും വന്നു. ഉപാധിയില്ലാണ്ടേ എനിക്ക് വ്യക്തമാവാൻ, പ്രകടമാവാൻ പറ്റില്ല, സാധിക്കില്ല എന്നർത്ഥം ഇല്ലേ? കുറച്ച് വെള്ളം തരൂ എന്ന് ഞാൻ പറഞ്ഞാൽ ഉടൻ തന്നെ വളണ്ടിയർമാര് കൊണ്ടുവരുമെന്ന് ഒരു ഗ്ലാസ്സിലാണ് വെള്ളം കൊണ്ടുവരുന്നത്. ഞാൻ ഗ്ലാസ് ചോദിച്ചില്ലല്ലോ, വെള്ളമാണല്ലോ ചോദിച്ചത് എന്ന് പറയുകയാണെങ്കിലോ വെള്ളം ഗ്ലാസ് ഇല്ലാണ്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നർത്ഥം. ഉപാധിയില്ലാണ്ട് ചൈതന്യത്തിന് പ്രകടമാവാൻ വയ്യ എന്നർത്ഥം. അപ്പോ ഈ ശരീരം വന്നു. ശരീരം വന്നപ്പോ എന്താണ്? അതിന്റെ അകത്തിരിക്കുന്നതായിട്ടുള്ള ചൈതന്യവും വന്നു. അത്രയേ ഉള്ളൂ. എന്തുകൊണ്ട് ഈ ശരീരം വരാൻ കാരണം? ഈ ശരീരം വരാനുള്ളതായിട്ടുള്ള കാരണം അത് നേരത്തെ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ്. എപ്പോഴോ ഒരിക്കല് ഭാഗവതം കേട്ടിട്ടുണ്ടാവും. ആ കേൾക്കണമെന്നുള്ളതായിട്ടുള്ള ആഗ്രഹം നിങ്ങളെ വീണ്ടും വീണ്ടും ഭാഗവതം കേൾക്കാൻ വേണ്ടിയിട്ട് എവിടെയെല്ലാമാണോ ആ ഭാഗവത പ്രവചനങ്ങൾ നടക്കുന്നത് അവിടേക്കൊക്കെ കൊണ്ടുപോകും. ഓർക്കണം, അതാണ് ദൈവാധീനം എന്ന് പറഞ്ഞത്. കർമ്മത്തിന് അധീനമാണ്, പ്രാരബ്ധത്തിന് അധീനമാണ് ഈ ശരീരം. അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ഈ ശരീരത്തില് വർത്തമാന അഭുത, അതിൽ വർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവിവേകിയായിരിക്കുന്നവൻ ഗുണഭാവ്യേന, ഗുണങ്ങളിൽ നിന്നും ഭവിക്കുന്ന, ഗുണങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന കർമ്മണ, കർമ്മങ്ങളിൽ തത്ര കർത്ത അസ്മി നിബദ്ധതേ, അതില് ഞാൻ കർത്താവാണ് എന്ന് വിചാരിക്കണോ, ഞാൻ ചെയ്യണോ എന്നാ പറഞ്ഞത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ വന്നു എന്ന് നമ്മളൊക്കെ തന്നെ പറയും. വാസ്തവത്തിൽ ഞാനല്ല വന്നത്, എന്റെ വന്നത് ശരീരമാണ് വന്നത്. ഒരു രാത്രിയില് നിങ്ങൾ തൃശ്ശൂര് നിന്ന് ഒരു വണ്ടിയിൽ കയറിയിട്ട് കിടന്നാ മതി.
പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മദിരാശിയിലെത്താം, ചെന്നൈ പട്ടണത്തിലെത്താം. നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മളൊന്നും ചെയ്തിട്ടല്ല, പക്ഷെ ഉപാധി ചലിച്ചു. എന്താണ് ഉപാധി? അവിടെ തീവണ്ടിയാണ് ഉപാധി. ആ തീവണ്ടിയാകുന്ന ഉപാധി ചലിച്ചതോട് കൂടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ നിന്നും അവിടെ എത്തിയിരിക്കണോ. അതേമാതിരി ശരീരമാണ് വാസ്തവത്തിൽ വരികയും പോവുകയും ചെയ്യുന്നത്. പക്ഷെ ശരീരം വന്നു, ശരീരം പോയി എന്നല്ല നമ്മൾ പറയുക. എന്ത് പറയണോ? ഞാൻ വന്നു, ഞാൻ പോയി എന്ന് പറയണോ. അതാണ് അഭുതഃ. എന്ത് പറഞ്ഞു? കർത്ത അസ്മി ഇതി നിബധ്യതേ. പറയാൻ കാരണം ഞാൻ ശരീരവുമായിട്ട് താതാത്മ്യപ്പെട്ടു. ആ ശരീരവുമായിട്ട് താതാത്മ്യപ്പെട്ടതോട് കൂടിയിട്ട് ആ വിഷയങ്ങളെ എനിക്ക് അനുഭവിക്കേണ്ടി വരുന്നു. ആ വിഷയങ്ങളെ അനുഭവിക്കുന്നതായിട്ട് സമയത്ത് ഞാൻ ബദ്ധനാണ്. നേരെ മറിച്ചിട്ടോ, നേരത്തെ പറഞ്ഞ മാതിരി ജാഗ്രതാവസ്ഥയിൽ തന്നെ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഉള്ളില് പ്രവർത്തിക്കുന്നതായിട്ട് സമയത്തും ആ പ്രവർത്തിക്കുന്നവന് നോക്കി നിൽക്കുന്നതായിരിക്കുന്ന ഒരു സാക്ഷിഭാവമുണ്ട് എന്ന് പറഞ്ഞുവല്ലോ. ആ സാക്ഷിഭാവവുമായിട്ടുള്ള ഈശ്വരത്വമായിട്ട് താതാത്മ്യപ്പെട്ട് കഴിഞ്ഞാലാകട്ടെ എല്ലാ ബന്ധങ്ങളും വിട്ടു ഞാൻ മുക്തനായിട്ട് തീർന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വാസ്തവത്തില് ബദ്ധനെന്നും മുക്തനെന്നും രണ്ടുപേരില്ല, ഒരാളേ ഉള്ളൂ. അയാൾക്ക് എന്തിനോടാണോ താതാത്മ്യം അതനുസരിച്ചിട്ട് അദ്ദേഹം ബന്ധനും മുക്തനുമായിട്ട് തീരുന്നു. ശരീരമാകുന്ന ഉപാധിയോട് താതാത്മ്യപ്പെട്ട് കഴിഞ്ഞാൽ ബദ്ധനാണ്. നേരെ മറിച്ചിട്ട് സാക്ഷി തത്വമാകുന്ന ഈശ്വരത്വത്തോട് താതാത്മ്യപ്പെട്ട് കഴിഞ്ഞാലാകട്ടെ അവൻ മോക്ഷനാണ്, അവൻ മുക്തനാണ്, അവൻ ഉണ്ടോ. ഈ രണ്ടു തരത്തിലുള്ളതായിട്ടുള്ള താതാത്മ്യവും മായ തന്നെ എന്ന് ഭഗവാൻ അവിടെ പറഞ്ഞു കൊടുക്കുന്നു. ഒന്നിന് അവിദ്യാമായ എന്ന് പേര്, രണ്ടാമത്തേന് വിദ്യാമായ എന്ന് പേര്. അത് 3-ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്. വിദ്യാവിദ്യേ മമതനു വിദ്യുദ്ധവ ശരീരിണാം മോക്ഷബന്ധകരി ആദ്യേ മായയാ മേ വിനിർമ്മിതേ. മേ മായയാ വിനിർമ്മിത, എന്റെ മായ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. മാത്രമല്ല ആദ്യം മുതലേ ഉള്ളതാണ്. എന്ത്? ശരീരിണാം മോക്ഷബന്ധകരി, ശരീരത്തിന് മോക്ഷത്തെയും ബന്ധത്തെയും ഉണ്ടാക്കി തീർക്കുന്നത്. എന്താണത്? വിദ്യ അവിദ്യേ മമതനു, വിദ്യയെന്നും അവിദ്യയെന്നും പേരുള്ളതായിട്ടുള്ള എന്റെ 2 ശക്തികള്, അല്ലെങ്കിൽ എന്റെ 2 ശരീരങ്ങള്. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ അത് ഒന്നുകൂടി തെളിച്ച് പറഞ്ഞു തരും. ഏകസ്യൈവ മമ അംശസ്യ ജീവസ്യ ഏവ മഹാമതേ ബന്ധോ അസ്യാ വിദ്യയാ നാദിഹി വിദ്യയാ തഥേ ഇതരഃ. ഏകസ്യ മമ അംശസ്യ എന്ന് പറഞ്ഞത് എന്റെ തന്നെ അംശം, ഒന്നായിരിക്കുന്നതായിട്ടുള്ള അംശം എന്നാ പറഞ്ഞത്. ഭഗവത്ഗീത വരുമ്പോ ഭഗവാൻ പറയും മമയേവ സനാതന അംശ ജീവലോകേ ജീവഭൂത. എന്റെ തന്നെ സനാതനമായിരിക്കുന്ന അംശമാണ് ജീവലോകത്തിൽ ജീവനായിരിക്കുന്നത് എന്ന് പറഞ്ഞു തരണോ. അതാണ് ഇവിടെ പറഞ്ഞത് ഭഗവാൻ. മമ അംശസ്യ ഏകസ്യ. ആരാണത്? അസ്യ ജീവ, ഈ ജീവൻ. ആ ജീവന് അവിദ്യയാ അജ്ഞാന നിമിത്തം അനാദിബന്ധ, അനാദിയായിരിക്കുന്നതായിട്ടുള്ള ബന്ധമുണ്ട്. അവിദ്യ എന്ന് പറയുന്നതായിട്ട് സമയത്ത് അത് അനാദിയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു. അന്ന് എത്രയോ മുമ്പേ തന്നെ അതിനുള്ളതായിട്ടുള്ള ബന്ധമുണ്ട്. വിദ്യയാ നേരെ വെച്ചിട്ട് ആ മായ വിദ്യാമായയായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിലോ സാധന അനുഷ്ഠാനങ്ങളിൽ കൂടിയിട്ട്, ശാസ്ത്രം നമ്മൾ പഠിക്കുന്നതിൽ കൂടിയിട്ട്, അത് ഉൾക്കൊള്ളുന്നതിൽ കൂടിയിട്ട്, അതനുസരിച്ച് ജീവിക്കുന്നതായിട്ട് സമയത്ത് നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ വരുന്നു. അതനുസരിച്ചിട്ട് എന്തുണ്ട്? നമ്മുടേതായിട്ടുള്ള താതാത്മ്യത്തിൽ വ്യത്യാസം വരണോ. അപ്പം നമ്മൾ വിദ്യയുമായിട്ട് താതാത്മ്യപ്പെടുന്നു. ആ വിദ്യയുമായിട്ട് താതാത്മ്യപ്പെടുന്നതായിട്ട് സമയത്ത് മോക്ഷം സംഭവിക്കുന്നു എന്നാണ്. അപ്പൊ ജീവൻ എന്താണ്? എപ്പോഴും ബദ്ധനാണ്, എപ്പോഴും ദുഃഖിയുമാണ്. കാരണം അവൻ അവിദ്യാഗതനാണ്, അവിദ്യയിൽ പ്രവേശിച്ചവനാണ്. നേരെ മറിച്ചിട്ട് ഈശ്വരനാകട്ടെ വിദ്യാഗതനാണ്. അവൻ അറിവിൽ പ്രവേശിച്ചിരിക്കുന്നത് കൊണ്ട് എപ്പോഴും മുക്തനുമാണ്, അവൻ എപ്പോഴും സുഖിയുമാണ് എന്ന് പറയാം. അതായത് വിദ്യാവാൻ സത്യത്തെ തിരിച്ചറിയണോ, സത്യത്തെ അറിയുന്നു. ശരീരമുണ്ടെങ്കിലും കൂടിയിട്ട് അതിൽ ഒരിക്കലും തന്നെ ബന്ധിക്കപ്പെട്ടിട്ടില്ല. അവൻ ശരീര താതാത്മ്യത്തെ വിട്ടിരിക്കുന്നു. സ്വപ്നം കണ്ടവൻ ഉണർന്നതായിട്ട് സമയത്ത് സ്വപ്നത്തിലുള്ളതായിട്ടുള്ള ആ ശരീരവുമായിട്ട് യാതൊരു താതാത്മ്യവും ഇല്ലാത്തതുപോലെ എന്നർത്ഥം. അവൻ ഇന്ദ്രിയങ്ങളിൽ കൂടിയിട്ട് വിഷയങ്ങളെ അനുഭവിക്കുമ്പോഴും അവൻ എന്തില്ല? ഞാൻ കാണുന്നു, ഞാൻ ചെയ്യണു, ഞാൻ പ്രവർത്തിക്കുന്നു എന്നുള്ളതായിട്ടുള്ള കർത്തൃത്വ ഭാവം ലവലേശം പോലും ഇല്ല എന്ന് പറയാം. ഇത് ഭഗവാൻ 8-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു തരണു. 11-ാം അധ്യായത്തില് വിദേഹസ്ഥോപി ന ദേഹസ്ഥ വിദ്വാൻ സ്വപ്നാദി അധോത്യത അദേഹസ്ഥോപി ദേഹസ്ഥ കുമതി സ്വപ്ന ദുർഗ്യത. വിദ്വാനായിട്ടുള്ളവൻ, അതായത് വിദ്യാഗതനായിരിക്കുന്നവൻ, അറിവിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവൻ, വിദ്യാമായയിലായിട്ട് താതാത്മ്യപ്പെട്ടിരിക്കുന്നവൻ,
അവൻ എന്താണ്? സ്വപ്നാത് ഉത്ഥിതഃ യഥാ. അവൻ സ്വപ്നത്തിൽ നിന്നും ഉണർന്നവൻ എന്ന പോലെ എന്ത് ചെയ്യുന്നു? ശരിക്ക് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റവൻ സ്വപ്നത്തിൽ നിന്നും ഉണർന്നവൻ എന്ന പോലെ ആ ദേഹത്തിൽ ഇരിക്കുന്നുവെങ്കിലും ന ദേഹസ്ഥ. ശരീരത്തിൽ ഇരിക്കാനുള്ളതായിട്ടുള്ള കാരണം എന്താണ്? പ്രാരബ്ധമാണ്. ആ പ്രാരബ്ധം കൊണ്ട് ഞാനിതാ ഇവിടെ ഇരിക്കേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ ഇരിക്കുന്നതായിട്ട് സമയത്ത് ഇന്ദ്രിയങ്ങളുണ്ട്. ഇന്ദ്രിയങ്ങളിൽ കൂടിയിട്ട് വിഷയങ്ങളെ സ്പർശിക്കേണ്ടി വരും. മാത്രാ സ്പർശേസ്തു കൗന്തേയ എന്ന് ഭഗവാൻ പറയും. അതുമായിട്ട് ബന്ധപ്പെടേണ്ടി വരും. ആ ബന്ധപ്പെടുന്നതായിട്ട് സമയത്ത് ഒരിക്കലും തന്നെ ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ രുചിക്കുന്നു എന്നുള്ളതായിട്ടുള്ള ഭാവം ഇല്ലാതിരുന്നാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഹത്തോട് താതാത്മ്യമില്ലാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ ദേഹത്തിൽ ഇരിക്കുന്നവനാണെങ്കിലും കൂടിയിട്ട് ഒരിക്കലും ദേഹത്തിൽ ഇരിക്കുന്നവനല്ല. കാരണം ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നതായിട്ട് സമയത്ത് എന്തുണ്ട്? ആ സ്വപ്നത്തിലുള്ളതായിട്ടുള്ള ശരീരവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതുപോലെ സ്വപ്നത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു, പക്ഷെ സ്വപ്നത്തിലുള്ളതായിട്ടുള്ള ശരീരവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നത് പോലെ. നേരെ മറിച്ചിട്ട് ഭഗവാൻ ആ ശ്ലോകത്തിൽ പറഞ്ഞു കുമതി, അറിവില്ലാത്തവൻ. അറിവില്ലാത്തവൻ എന്ന് വിചാരിക്കണു? ആ ദേഹസ്ഥ അഭിദേഹസ്ഥ. ആ ദേഹത്തിൽ ഇല്ലാത്തവനാണെങ്കിലും ആ ദേഹത്തിലുള്ളവനാണ് എന്ന് വിചാരിക്കണം. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോ ഞാൻ അതാ വിചാരിച്ചത്. ആ കത്തി കൊണ്ട് കീറപ്പെട്ടിട്ട് ആ രക്തം ഒലിച്ചുകൊണ്ട് വേദനയെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ഞാനെന്ന് എനിക്ക് അവിടെ തോന്നി. വാസ്തവത്തിൽ ഞാൻ അവിടെ ഇല്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ പറഞ്ഞു എഴുന്നേറ്റ ഉടനെ തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. അതൊന്നും വേണ്ടി വന്നില്ല. കാരണം അവിടെ ഒന്നും തന്നെ പറ്റിയിട്ടില്ല. കാരണം ആ ദേഹവും അവിടെയില്ല, ആ ദേഹത്തിൽ ഞാനും അവിടെയില്ല. ഉണ്ടോ? പക്ഷേ അറിവില്ലാത്തവൻ സ്വപ്നം കാണുമ്പോൾ എപ്രകാരം ഇതെല്ലാം യഥാർത്ഥമാണെന്ന് വിചാരിക്കുകയോ അതേമാതിരി ജാഗ്രതാവസ്ഥയിലും ഇതൊക്കെ തന്നെ യഥാർത്ഥമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. അവനാണ് കർത്ത, ഭോക്ത, അജ്ഞൻ എന്നൊക്കെ തന്നെ പറയാനായിട്ടുള്ളത്. ഭഗവാൻ ഇത് ഉദാഹരണത്തിൽ കൂടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഉദാഹരണത്തിലായിട്ട് ശ്ലോകം 6-ാമത്തെ ശ്ലോകവും 7-ാമത്തെ ശ്ലോകവുമാണ് പറയുന്നത്. അവിടെ സുപർണാവേദൗ സദൃശൗ സഖായൗ യദൃച്ഛയൈതോ കൃതനീഢൗ ച വൃക്ഷേ ഏകസ്തയോ ഖാദതി വിപ്പലാന്നം അന്യോ നിരന്നോബി ബലേന ഭൂയാൻ. പറയണോ സദൃശൗ സഖായ. ഉണ്ടോ? തുല്യന്മാരായിട്ടുള്ളവര്, ഇഷ്ടന്മാരായിട്ടുള്ളവര്, സുഹൃത്തുക്കളായിട്ടുള്ളവര് യദൃച്ഛയാ വൃക്ഷകൃതേ നീഡൗ. യാദൃച്ഛികമായിട്ട് അവരെന്ത് ചെയ്തു? ഒരേ ഒരു വൃക്ഷത്തില് കൂട് കെട്ടിയത്രേ. ആര്? ഏതൗ സുപർണൗ, ഈ 2 പക്ഷികള്. തയോഹോ ഏകഹ, അതിൽ ഒരുത്തനാകട്ടെ എന്ത് ചെയ്യുന്നു? ആ വൃക്ഷത്തില്, ആ അരയാൽ വൃക്ഷത്തിലുള്ളതായിട്ടുള്ള ആലിൻ പഴങ്ങളെ കൊത്തി തിന്നുകൊണ്ടിരിക്കുന്നു. പിപ്പലാന്നം ഖാദതി. നേരെ മറിച്ചിട്ടോ അന്യഹ, മറ്റവനാകട്ടെ എന്താണ്? നിരന്നഹ, അവൻ കൊത്തി തിന്നുന്നില്ല, അവനൊന്നും തന്നെ ഭക്ഷിക്കുന്നില്ല. പക്ഷേ അവന് ബലം, ശക്തി എന്നുള്ളത് കൂടുതലാണ് എന്ന് പറയാ ശരിക്കും. കാരണം ഈ കൊത്തി തിന്നുന്നവൻ എന്ത് ചെയ്യുന്നു? ഇന്ദ്രിയങ്ങളിൽ കൂടിയിട്ട് ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിക്കുന്നതായിട്ട് സമയത്ത് ഒന്ന് സുഖമാണെന്നുണ്ടെങ്കിൽ അടുത്തത് ദുഃഖമായിട്ട് വരും, അതിനടുത്തത് സുഖമായിട്ട് വരും, വീണ്ടും ദുഃഖമായിട്ട് വരും, ഇങ്ങനെ മാറി മാറി വരും. ആ ആലിൻ പഴം ഒന്ന് സ്വാദുള്ളതായിരിക്കും, സ്വാദുള്ളതിനെ അവൻ ആസ്വദിക്കുന്നു. അടുത്ത ആലിൻ പഴം കടിക്കുന്നതായിട്ട് സമയത്ത് അതിലൊരു ചവർപ്പുണ്ട്, അപ്പൊ അവൻ അങ്ങനെ തുപ്പിക്കളയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണോ. അപ്പൊ ഇപ്രകാരം നിരന്തരമായിട്ട് കർമ്മം ചെയ്തുകൊണ്ട് ആ കർമ്മത്തിൻ്റെതായിട്ടുള്ള ഫലങ്ങളെ അവിടെ അവിടെ അങ്ങനെ അനുഭവിച്ചുകൊണ്ട് വളരെ വളരെ ദുഃഖിതനായിരിക്കണു ഒരുത്തൻ. അവൻ എന്ത് ചെയ്യണു? തന്റെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ഊർജം, ശക്തി മുഴുവൻ തന്നെ ഇന്ദ്രിയങ്ങളിൽ കൂടിയിട്ട് വ്യർത്ഥമാക്കി കളയുകയാണ് ചെയ്യണത്. നേരെ മറിച്ചിട്ട് മറ്റവൻ എന്ത് ചെയ്യണു? ഈ ഇന്ദ്രിയ സുഖങ്ങളിൽ ഒന്നും തന്നെ പോകാണ്ടേ, ഒന്നും തന്നെ ഭക്ഷിക്കാതെ, ഒന്നും തന്നെ അനുഭവിക്കാണ്ടേ സുഖമായിട്ട് അവിടെ ഇരിക്കണോ. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഊർജം ഇന്ദ്രിയങ്ങളിൽ കൂടിയിട്ട് നഷ്ടപ്പെടുന്നില്ല. ഭഗവാൻ പറയും നവദ്വാരേ പുരേ ദേഹി എന്ന് പറയും. ഈ ശരീരം എന്നുള്ളത് 9 ദ്വാരങ്ങളുള്ളതാണ്. 9 ദ്വാരങ്ങളുള്ളതായിട്ടുള്ള കുടത്തില് വെള്ളം പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ വെള്ളം എപ്രകാരം നിലനിൽക്കുകയില്ലയോ, അതേമാതിരി നമ്മുടെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ആ ഊർജം, ശക്തി, ബലം എന്നുള്ളത് ഇന്ദ്രിയദ്വാര നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യണത്. ആ നഷ്ടത്തെ നികത്തണമെങ്കിൽ എന്ത് വേണം? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടിയിരിക്കണം. അതിനാണ് ഇന്ദ്രിയ നിഗ്രഹം, മനോനിഗ്രഹം എന്നെല്ലാം തന്നെ നമ്മുടെ ശാസ്ത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ എന്താ അർത്ഥം? സംസാരമാകുന്നതായിട്ടുള്ള ദീർഘമായിരിക്കുന്നതായിട്ടുള്ള സ്വപ്നം, ആ സ്വപ്നത്തിൽ നിന്നും ഉണർന്നിരിക്കുന്നതായിട്ടുള്ള വിദ്വാനെ സംബന്ധിച്ചിടത്തോളം സംസാരജന്യങ്ങളായിട്ടുള്ള സുഖദുഃഖങ്ങൾ ഒരിക്കലും തന്നെ അവനെ ബാധിക്കുകയില്ല. ഉണ്ടോ? അതാണ് ഈ ശ്ലോകത്തിൽ കൂടിയിട്ട് നമുക്ക് പറഞ്ഞത്.
ഇത് തന്നെയാണ് വേദങ്ങളിൽ വരുന്നതായിട്ട്, ഉപനിഷത്തിൽ വരുന്നതായിട്ട്, ശ്വേതാശ്വതര ഉപനിഷത്തിലും മണ്ഡകോപനിഷത്തിലും ഇതേ മന്ത്രം വരുന്നുണ്ട്. ദ്വാസുപർണ സയുജ സഖായ സമാനം വൃക്ഷം പരിഷ്ഠിജാതേ തയോരന്യ പിപ്പലം സ്വാദത്തി അനശ്നന്യു അപിചാകശീതി എന്നുള്ളത്. ഇവരുടെ രണ്ടുപേരുടെയും ആ പ്രവൃത്തിയിലായിട്ടുള്ള വ്യത്യാസം മനസ്സിലായി. അതുകൊണ്ട് എന്ത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തില്, 7ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു തരണോ. ആത്മാനമന്യം ച വേദവിദ്വാൻ അപിപ്പലാദോ നതു പിപ്പലാദഃ യോ വിദ്യയായുക് സതു നിത്യബദ്ധോ വിദ്യാമയോ യഹ സതു നിത്യമുക്തഃ. ആ ആലിൻ പഴങ്ങൾ തിന്നാതെ ഇരിക്കുന്നുണ്ടല്ലോ, അവനെ സംബന്ധിച്ചിടത്തോളം അവനെ കുറിച്ചിട്ടും അറിയുന്നു, അവന്റെ ചുറ്റുപാടുകളെ കുറിച്ചിട്ടും അറിയണു. അതാണ് ആത്മാനം അന്യം ച വേദ എന്ന് പറഞ്ഞത്. നേരെ മറിച്ചിട്ടോ അവന് വിപരീതമായിരിക്കുന്ന മറ്റുള്ളവനായിരിക്കട്ടെ, എന്താണ്, ആലിൻ പഴങ്ങളെ തിന്നുകൊണ്ടേയിരിക്കുന്നുവല്ലോ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നിത്യബദ്ധ, അവൻ എപ്പോഴും ഇതില് ബദ്ധനായിട്ട് തന്നെ ഇരിക്കണം. വിദ്യാമയനായിരിക്കുന്നതായിട്ടുള്ള മുകളിലിരിക്കുന്നവനാകട്ടെ നിത്യമുക്ത. വേറൊരു സ്ഥലത്ത് വരുന്നതായിട്ട് സമയത്ത് പറയും, ശരീരമാകുന്ന വൃക്ഷം, ആ ശരീരമാകുന്ന വൃക്ഷത്തില് 2 കൊമ്പുകളുണ്ട്. ഒന്ന് വിദ്യയാകുന്ന കൊമ്പ്, മറ്റതിൽ അവിദ്യയാകുന്നതായിട്ട് കൊമ്പ്. വിദ്യയാകുന്ന കൊമ്പിലിരിക്കുന്നവനാണ് ഈശ്വരൻ സാക്ഷി. നേരെ മറിച്ചിട്ട് അവിദ്യയാകുന്ന കൊമ്പിലിരിക്കുന്നവനാണ് ജീവൻ. കൊമ്പിലിരിക്കുന്നതായിട്ട് ജീവനാകട്ടെ ഈ ജീവിതത്തിലുള്ളതായിട്ടുള്ള സുഖദുഃഖങ്ങളെ മാറി മാറി അനുഭവിച്ചുകൊണ്ട് കഷ്ടപ്പെടുന്നു. നേരെ മറിച്ചിട്ട് വിദ്യയാകുന്ന കൊമ്പിലിരിക്കുന്നവനാകട്ടെ ഈ ലൗകികമായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് തീരെ വരുന്നില്ല. അവൻ ബലേന ഭൂയാൻ, അവൻ ബലം അധികരിച്ചവനായിരിക്കുന്നു എന്ന് പറയാനുള്ളതായിട്ടുള്ള കാരണം അതാണ് എന്ന് പറയാച്ചരക്ക്. ഇതേമാതിരി തന്നെ വൃക്ഷത്തെ കുറിച്ചിട്ട് വീണ്ടും ഭഗവത്ഗീതയിൽ വരുമ്പോൾ ആ വൃക്ഷത്തെ സംസാര വൃക്ഷമായിട്ടാണ് പറഞ്ഞത് ഭഗവാൻ. അവിടെ ഭഗവാൻ പറയും, നരൂപമസ്യേഹ തതോ ബലഭ്യതേനാന്തോ ന ചാതിർന ച സംപ്രതിഷ്ഠ. എവിടാണ് തുടങ്ങിയത്, എവിടെയാണ് നിലനിൽക്കുന്നത്, എന്താണ് ഈ സംസാരത്തിൻ്റെതായിട്ടുള്ള ആ അഗാധത എന്നുള്ളത് കുറിച്ചിട്ട് അറിയുകയേയില്ല. ഒരു കാര്യം മാത്രമേ അറിയുള്ളൂ, എന്ത്, ഏനം അശ്വത്ഥം സുവിരൂഢമൂലം. ഈ അശ്വത്ഥ വൃക്ഷം സുവിരൂഢമല്ലം, നല്ലവണ്ണം വേര് പിടിച്ചിരിക്കണു എന്ന് മാത്രം അറിയാം. അതിനെ എന്ത് വേണം, അസംഗ ശസ്ത്രേണ ദൃഢേന ജിത്വ, അസംഗമാകുന്നതായിട്ട് ശസ്ത്രം കൊണ്ട് മുറിച്ചു കളയുകയാണ് വേണ്ടത് എന്നുള്ളത് അവിടെ പറഞ്ഞു തരും. ആ വൃക്ഷത്തിൻ്റെതായിട്ടുള്ള ഉദാഹരണം, ആ ആൽവൃക്ഷത്തിൻ്റെതായിട്ടുള്ള ഉദാഹരണം അതൊക്കെയാണ് കാണിച്ചു തരുന്നതെന്ന് പറയാം. അപ്പൊ എന്ത് പറഞ്ഞു, ഈ ശരീരം കർമ്മത്തിന് അധീനമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, കർമ്മത്തിലൂടെ ബന്ധിക്കപ്പെടാനുള്ളതായിട്ടുള്ള സാധ്യതകള് വളരെ വളരെ ഏറെയാണ് എന്ന് പറയാ. ശരിക്കും ഭഗവാൻ ഗീതയിൽ വരുമ്പോഴും പറയും, സർവാരംഭാഹി ദോഷേണ ധൂമേന അഗ്നിരിവാവൃത. ഉണ്ടോ, ആ എല്ലാ കർമ്മങ്ങളും എന്താണ്, ആവരണം ചെയ്യപ്പെട്ടിരിക്കണം. എന്തുകൊണ്ട്, ദോഷേണ, ദോഷം കൊണ്ട്. ധൂമേന അഗ്നിവ എന്നാ പറഞ്ഞത്, പുക കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന അഗ്നി എന്ന പോലെ. അഗ്നി എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം പുകയും ഉണ്ടാവും. അതേമാതിരി കർമ്മം നിങ്ങൾ എവിടെ ചെയ്യുന്നു അവിടെയൊക്കെ തന്നെ ദോഷമുണ്ടാവും എന്നാണ് പറഞ്ഞത്. അതെന്തേ എങ്ങനെ പറയാനുള്ളതായിട്ടുള്ള കാരണം, കർമ്മം ഉണ്ടാവാനുള്ളതായിട്ടുള്ള കാരണം എന്താണ്, അത് അവിദ്യയാണ്, അജ്ഞാനമാണ്. അവിദ്യ, അജ്ഞാനം, അറിവില്ലായ്മ. അവിദ്യ എന്ന സാധാരണ ലൗകികമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞാല് അജ്ഞാനം, അറിവില്ലായ്മ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. വേദാന്തത്തില് അവിദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവില്ലായ്മയും അതുകൊണ്ടുണ്ടാകുന്ന തെറ്റിദ്ധാരണയും രണ്ടും ചേർക്കണം നമ്മള്. എന്റെ സ്വരൂപത്തെ കുറിച്ചിട്ട് എനിക്കറിയില്ല, എന്റെ സ്വരൂപത്തെ കുറിച്ചിട്ട് എനിക്കറിയാത്തത്, എന്റെ സ്വരൂപം ആവരണം ചെയ്യപ്പെട്ടു, തമോ ഗുണം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടു. അപ്പൊ അതിന് ഞാൻ മറ്റു പലതായിട്ട് തെറ്റിദ്ധരിച്ചു. അത് വിക്ഷേപം, അല്ലെങ്കിൽ രജോ ഗുണത്തിന്റെ വിക്ഷേപം. എന്താ വിചാരിച്ചത്, ഞാൻ ശരീരമാണ്, ഈ സ്ഥൂലമായിരിക്കുന്ന ശരീരമാണ് ഞാൻ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു, ഞാൻ വന്നു ഞാൻ പോയി എന്ന് പറയുന്നതായിട്ട് സമയത്ത് നമ്മൾ ശരീരവുമായിട്ട് താതാത്മ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ പറയണത്. എപ്പോഴും ശരീരവുമായിട്ട് താതാത്മ്യപ്പെടുത്തിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ബുദ്ധിയുമായിട്ട് താതാത്മ്യപ്പെടുത്തിയിട്ട് പറയും, ഞാൻ ആരാണ്, ഞാൻ വക്കീലാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ എഞ്ചിനീയറാണ് എന്നൊക്കെ പറയുന്നതായിട്ട് സമയത്ത് അത് എന്റെ ബുദ്ധിയിലുള്ളതായിട്ടുള്ള അറിവുകൾ മാത്രമാണ്. വൈദ്യത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറാണ്, നിയമത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ ഞാൻ വക്കീലാണ്, അത്രയേ ഉള്ളൂ. അവിടെ ബുദ്ധിയുമായിട്ട് താതാത്മ്യപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഞാൻ എന്റെ മനസ്സുമായിട്ട് താതാത്മ്യപ്പെടുത്തിയിട്ട് പറയും, ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ് എന്നുള്ളത് പറയും. വാസ്തവത്തിൽ ശരീരമനോബുദ്ധികൾ എന്താണ്, ശരീരമനോബുദ്ധികള് എന്റെ ഉപകരണങ്ങൾ മാത്രമാണ്. ചിലരുടെ കയ്യിലൊക്കെ ഉപകരണങ്ങളുണ്ട്, എന്ത്, കടലാസും
പെന്നുമുണ്ട്. ആ കടലാസ്, പെന്ന് എന്നുള്ളത് വെറും ഉപകരണം മാത്രമാണ്. അവയുടെ സ്വന്തം ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്നില്ലല്ലോ, ഇല്ലേ? അതേമാതിരി നോക്കൂ, ഇവിടെ ശരീര മനോബുദ്ധികൾ എന്താണ്? ശരീര മനോബുദ്ധികൾ എന്റെ ഉപകരണം മാത്രമാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ഉപകരണമാണ് എന്ന് തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധരിക്കാനുള്ള കാരണം എന്താണ്? എന്റെ ശരിയായിട്ടുള്ള രൂപത്തെക്കുറിച്ചിട്ട് അറിയാത്തത് കൊണ്ട്. ഇനി തെറ്റിദ്ധരിച്ചത് കൊണ്ട് വേറെ എന്താ പ്രശ്നം ഉണ്ടായത്? തെറ്റിദ്ധരിച്ചതോട് കൂടിയിട്ട്, ഞാൻ ശരീരമാണ് എന്ന് തെറ്റിദ്ധരിച്ചതോട് കൂടിയിട്ട് ശരീരത്തിന്റെ കുറ്റങ്ങളും കുറവുകളും എല്ലാം തന്നെ എന്റെ കുറ്റങ്ങളും കുറവുകളുമായിട്ട് തീർന്നു. ശരീരത്തിന് പലതരത്തിലുള്ളതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ എന്റെ പ്രശ്നങ്ങളായിട്ട് തീർന്നു. ശരീരത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ശരീരം ഇന്നലെ ഉണ്ടായിരുന്നില്ല, നാളെ ഉണ്ടാവുകയും ഇല്ല എന്നുള്ളതാണ്. നേരെ മറിച്ചിട്ട് നമ്മൾ എല്ലാവരും വിചാരിക്കണം എന്താണ്? ഞാൻ എന്നും ഉണ്ടാവണം എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളൊക്കെ പോയാലും തിരക്കിടില്ലേ, ഞാനും ഉണ്ടാവണം എന്ന് ഓരോരുത്തരും വിചാരിച്ചുകൊണ്ടിരിക്കണം. എന്താണ് ഉണ്ടായത്? ശരീരമാണ് ഉണ്ടായത്. ശരീരമാണ് നിലനിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ശരീരമാണ് ഇല്ലാതാവുന്നത്. ഞാൻ ഒരിക്കലും തന്നെ ഉണ്ടായിട്ടില്ല, ഞാൻ ഒരിക്കലും തന്നെ വളരുന്നില്ല, ഞാൻ ഒരിക്കലും തന്നെ നശിച്ചു പോവുകയും ഇല്ല. എന്നുമുള്ളതായിട്ടുള്ള വസ്തുവാണ് ഞാൻ. എന്നുമുള്ളതായിട്ടുള്ള വസ്തുവിനെ പറയുന്ന പേരാണ് സത്ത് എന്നുള്ളത്. സത്തായിട്ട് തീരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ ഞാൻ ആരാണ്? സത്ത് തന്നെയാണ്. എപ്പോഴാണ് ഞാൻ സത്തല്ല എന്ന് വിചാരിക്കുന്നത്? ശരീരവുമായിട്ട് താതാത്മ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കണു ഞാൻ സത്തല്ല എന്ന് വിചാരിക്കണു. ഇനിയോ രണ്ടാമതായിട്ട് എന്റെ ബുദ്ധിയുമായിട്ടാണ് ഞാൻ താതാത്മ്യപ്പെട്ടതെങ്കിലോ, എന്റെ ബുദ്ധി അല്പബുദ്ധിയാണെന്ന് വെച്ചാൽ എന്താ അർത്ഥം? അല്പജ്ഞാനമേ അതിലുള്ളൂ, അല്പ അറിവേ ഉള്ളൂ. വക്കീലിന് നിയമം അറിയാമായിരിക്കും, പക്ഷെ വക്കീലിന് ഒരിക്കലും വൈദ്യം അറിയില്ല. ഒരു ഡോക്ടർക്ക് വൈദ്യം അറിയാമായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും തന്നെ എഞ്ചിനീയറിംഗ് ആ നോളജ് അത് അദ്ദേഹത്തിന് ഉണ്ടാവില്ല. കുറച്ചേ ഉള്ളൂ. പക്ഷെ നമുക്ക് ആ കുറച്ചുള്ളതായിട്ടുള്ള ജ്ഞാനം പോരാ, എല്ലാം അറിയണം എന്നുള്ളതായിട്ടുള്ള ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേര് വർത്തമാനം പറയുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത് എന്ന് ഞാൻ ചോദിക്കും. അതുമല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും പേപ്പർ എടുത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് സമയത്ത് അദ്ദേഹത്തിന്റെ ചുമരിൽ കൂടിയിട്ട് ഞാൻ ആ പേപ്പർ വായിക്കും. എന്തിനു വേണ്ടിയിട്ട്? അതും എനിക്കറിയണം. അതുകൊണ്ട് ആവശ്യമുണ്ടോ ആവശ്യമില്ലയോ എന്നുള്ളതില്ല, എല്ലാം അറിയണം എന്നുള്ളതായിട്ടുള്ളതുണ്ട്. എല്ലാം അറിയുന്നവനെയാണ് സർവജ്ഞൻ എന്ന് പറയുന്നത്. അതിനുള്ള വേറൊരു പേരാണ് ചിത്ത് എന്ന് പറയുന്നത്. ചിത്തായിട്ട് തീരണം എന്ന് ഞാൻ വിചാരിക്കാനുള്ള കാരണം എന്താണ്? ഞാനിപ്പോ ചിത്തല്ല, ഞാൻ ഈ ബുദ്ധിയുമായിട്ട് താതാത്മ്യപ്പെട്ടുകൊണ്ട് പറയുന്നു. ഇനി മനസ്സുമായിട്ട് താതാത്മ്യപ്പെട്ട് കഴിഞ്ഞാലോ, മനസ്സിന്റെ കുറവ്, മനസ്സിന്റെ ലിമിറ്റേഷൻ എന്താണ്? മനസ്സിന്റെ ലിമിറ്റേഷൻ സുഖദുഃഖങ്ങൾ മാറി മാറി അനുഭവിക്കാൻ ഇടയാകുന്നു എന്നുള്ളതാണ്. എനിക്ക് സുഖദുഃഖങ്ങളെ മാറി മാറി അനുഭവിക്കുകയല്ല വേണ്ടത്, നേരെ മറിച്ചിട്ടോ എന്നും എനിക്ക് ശാശ്വതമായിട്ടുള്ള ആനന്ദത്തെ അനുഭവിക്കുകയാണ് വേണ്ടത് എന്നർത്ഥം. അപ്പൊ ഞാൻ എന്താ വിചാരിക്കണത്? ശരീര മനോബുദ്ധികളിൽ കൂടിയിട്ട് സത്വജിത്ത് ആനന്ദമായിട്ട് തീരുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും തന്നെ ശരീരത്തിന് സത്താവാൻ വയ്യ, ഒരിക്കലും തന്നെ ബുദ്ധിക്ക് ചിത്തല്ലെങ്കിൽ സർവജ്ഞത നേടാൻ വയ്യ. അതേമാതിരി തന്നെ ഒരിക്കലും തന്നെ മനസ്സുകൊണ്ട് സുഖദുഃഖങ്ങളെ കടന്നിട്ട് ആനന്ദം അനുഭവിക്കാനും വയ്യ. ഇത് അതിന്റെ ലിമിറ്റേഷൻസ് ആണ്. 3 തരത്തിലുള്ളതായിട്ടുള്ള ലിമിറ്റേഷനാണ് നമ്മൾ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലിമിറ്റേഷൻസ് ഓഫ് ടൈം, ലിമിറ്റേഷൻസ് ഓഫ് നോളജ്, ലിമിറ്റേഷൻസ് ഓഫ് ഹാപ്പിനെസ്. ഇത് 3 എണ്ണമാണ്. ഉണ്ടോ? അത് എപ്പോഴാ മാറുന്നത്? ഇത് ഞാൻ സത്താണ്, ചിത്താണ്, ആനന്ദമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ്. ഞാൻ സത്താണ്, ചിത്താണ്, ആനന്ദമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് തീരണു? ഞാൻ മുക്തനായിട്ട് തീരണു. നേരെ മറിച്ചിട്ടോ അതിന് പകരമായിട്ട് ഞാൻ ശരീര മനോബുദ്ധികളുമായിട്ട് താതാത്മ്യപ്പെട്ട് നിൽക്കുമ്പോൾ ഞാൻ ബദ്ധനാണ്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ പറഞ്ഞത് സർവാരംഭാഹി ദോഷേണ ധൂമേന അഗ്നിരിവാവൃത. അതുകൊണ്ട് ഞാൻ സത്യജിത്ത് ആനന്ദ സ്വരൂപമാണ് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്, അത് അനുഭവിക്കുകയാണ് വേണ്ടത്. കണ്ടോ? ഇത് നമ്മൾ മനസ്സിലായി കഴിഞ്ഞാൽ, ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലായാൽ പോലും പിന്നെ എന്തുണ്ട്? വിഷയങ്ങളിലേക്ക് നമ്മൾ പോവില്ല. കാരണം വിഷയങ്ങളിലേക്ക് പോകുന്നതിലുള്ളതായിട്ട് സുഖം അനുഭവിക്കാൻ വേണ്ടിയാണ്. സുഖം എന്താണ്? എന്റെ സ്വരൂപമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. പഞ്ചസാര ഒരിക്കലും തന്നെ മധുരം അന്വേഷിച്ച് പോകേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഓർക്കണം, നമ്മള് സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. പക്ഷേ നമ്മൾ പുറത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാകട്ടെ ഈ സത്യജിത്ത് ആനന്ദത്തെ തന്നെയാണ്. പലർക്കും എന്താണ് അന്വേഷിക്കുന്നത് എന്നറിയില്ല, എവിടെയാണ് അന്വേഷിക്കേണ്ടത് എന്നും അറിയില്ല എന്ന് പറയാ. ശരിക്ക് ഒരു സ്ത്രീയുടെ കഥ പറയും. ശരിക്ക്
ഒരു സ്ത്രീ എന്ത് ചെയ്തു വെച്ചാൽ സന്ധ്യാസമയത്ത് തെരുവ് വിളക്കുണ്ട്, തെരുവ് വിളക്കിൽ എന്തോ അന്വേഷിച്ചു കൊണ്ടിരിക്കണോ. അപ്പൊ ഒരാൾ വന്നു അത്രേ, അദ്ദേഹം ചോദിച്ചു എന്താ അന്വേഷിക്കണത് അമ്മ എന്ന് ചോദിച്ചു. അമ്മ ഒന്നും മിണ്ടിയില്ല. അപ്പൊ അയാളും അവിടെ തിരയാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ 5-8 പേരുണ്ട് അവിടെ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കണോ. വേറൊരാൾ വന്നു, എന്താ നിങ്ങൾ തിരയണത്? ആരും ഒന്നും മിണ്ടില്ല. എന്താ നിങ്ങൾ തിരയണത് ചോദിച്ചു. അപ്പൊ എല്ലാവരും ഒന്ന് അടങ്ങി. എന്നിട്ട് അന്യോന്യം തിരിഞ്ഞു നോക്കി അവസാനം പറഞ്ഞു, ഈ അമ്മ തിരയണം കൊണ്ടാണ്. അമ്മയോട് ചോദിച്ചു, എന്താ അമ്മ തിരയണത്? അമ്മ പറഞ്ഞു, സൂചി വീണുപോയി, അതാണ് തിരയണത് എന്ന്. അപ്പൊ അത് ചോദിച്ചു, എവിടെയാ വീണതെന്ന്? അത് വീട്ടിലാ വീണതെന്ന്. പിന്നെ എന്താ ഇവിടെ തിരയണത്? ഇവിടെ വെളിച്ചമുണ്ട്, അതുകൊണ്ടാണ്. വീട്ടില് വെളിച്ചമില്ല അത്രേ. നോക്കൂ, ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അന്വേഷിക്കുന്നത് എന്ന് അവർക്കറിയാം. പക്ഷെ എവിടെ അന്വേഷിക്കണം, എങ്ങനെ അന്വേഷിക്കണം എന്നുള്ളത് അറിയില്ല. നേരെ വെച്ചിട്ട് ആ സ്ത്രീയുടെ കൂടെ അന്വേഷിച്ചുകൊണ്ടിരുന്ന മറ്റുള്ള ആളുകളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താ അന്വേഷിക്കുന്നത് എന്നുള്ളത് അവർക്കറിയില്ല. എവിടെയാ അന്വേഷിക്കേണ്ടത്, എങ്ങനെയാ അന്വേഷിക്കേണ്ടത് എന്നുള്ളത് അറിയില്ല. അങ്ങനെയാണ് നമ്മള്. ആനന്ദമാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. എവിടെയാ അന്വേഷിക്കുന്നത്? പുറത്താ അന്വേഷിക്കുന്നത്. എവിടെയാ ഉള്ളത് ആനന്ദം? നമ്മുടെ ഓരോരുത്തർ അകത്താണ്. അതല്ലേ ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞത്, അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ പറഞ്ഞു തന്നു. ഇവിടെ അതാദ്യം മനസ്സിലാക്കൂ എന്നാണ് പറഞ്ഞു തന്നത്. അപ്പൊ ഇത് നമുക്ക് ബൗദ്ധികമായിട്ട് ബുദ്ധിപരമായിട്ട് നമുക്ക് അറിവുണ്ടെങ്കിൽ പോലും എന്തുണ്ട്, നമുക്ക് വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കും. വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിന്നു കഴിഞ്ഞാൽ അതിനെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. ഈ വിവേകവും വൈരാഗ്യവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്കും തീർച്ചയായിട്ടും മുക്തന്മാരായിട്ട് തീരാം. ഭഗവാൻ പറഞ്ഞു തരണു 12ാമത്തെ ശ്ലോകത്തില്, ഏവം വിരക്തശയന ആസനാടന മജ്ജനേ ദർശന സ്പർശന ഘ്രാണ ഭോജന ശ്രവണാദിഷു ന തഥാ ബധ്യതേ വിദ്വാൻ തത്ര തത്രാദയാൻ ഗുണാൻ പ്രകൃതിസ്ഥോപ്യസംസക്തോ യഥാഖം സവിതാനലഃ. ഏവം വിരക്തഃ, ഇപ്രകാരം വൈരാഗ്യത്തെ പ്രാപിച്ചിട്ടുള്ളവൻ, ശയനഃ കിടക്കുന്നതായിട്ട് സമയത്തും, ആസനഃ ഇരിക്കുന്നതായിട്ട് സമയത്തും, അടനഃ സഞ്ചരിക്കുന്നതായിട്ട് സമയത്തും, മജ്ജനെ സ്നാനം ചെയ്യുന്നതായിട്ട് സമയത്തും, ദർശനഃ കാണുന്നതായിട്ട് സമയത്തും, സ്പർശനഃ തൊടുന്നതായിട്ട് സമയത്തും, ഘ്രാണഃ മണക്കുന്നതായിട്ട് സമയത്തും, ഭോജനഃ ഭക്ഷണം കഴിക്കുന്നതായിട്ട് സമയത്തും, ശ്രവണ ആദിഷു കേൾക്കുക തുടങ്ങിയതായിട്ടുള്ള മറ്റു പ്രവൃത്തികൾ ചെയ്യുന്നതായിട്ട് സമയത്തും എന്തുണ്ട്, തത്ര അതിൽ ഓരോന്നിലും ഉള്ളതായിരിക്കുന്ന ഗുണാൻ ആദായ, ഗുണങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ട്, ഗുണങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, ഗുണങ്ങളെ നേടുവാൻ വേണ്ടിയിട്ട്, പ്രകൃതിസ്ഥഭാഹ അപി, ആ പ്രകൃതിയിൽ ഇരിക്കുന്നുവെങ്കിലും വിദ്വാൻ ന നിബധ്യതേ. കേട്ടോ, ഈ അറിവുള്ളവൻ, ഭൗതികമായിട്ടുള്ള അറിവുള്ളവൻ പോലും അതിൽ ബന്ധിക്കപ്പെടുന്നില്ല വെച്ചാൽ അവൻ അതിൽ നിന്നും വിട്ടുനിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഖം അനിലഹ സവിത എന്നുള്ളതായിട്ടുള്ള ഉദാഹരണമായിട്ട് പറഞ്ഞു തന്നു. ആകാശം പോലെ അലിപ്തൻ. നമ്മൾ ഒരു സ്ഥലത്ത് ചപ്പു ചവറ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ വല്ലാത്തൊരു ദുർഗന്ധം ഉണ്ടാവും. വേറൊരു സ്ഥലത്ത് പുഷ്പങ്ങൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അവിടെ സുഗന്ധം ഉണ്ടാവും. പക്ഷെ ഈ സുഗന്ധമോ ദുർഗന്ധമോ ഒരിക്കലും തന്നെ ആ ആകാശത്തെ, ആ സ്പേസിനെ ബാധിക്കുന്നില്ല. വായുവും അതുമാതിരി. അത് ഒരു നല്ലൊരു പൂന്തോട്ടത്തിൽ കൂടി കടന്നു വരുന്നതായിട്ട് സമയത്ത് നല്ല സുഗന്ധമായിരിക്കും. നേരെ വെച്ചിട്ട് മാലിന്യ കൂമ്പാരങ്ങളിൽ കൂടി കടന്നു വരുന്നതായിട്ട് സമയത്ത് അതിന് ദുർഗന്ധമായിരിക്കും. പക്ഷെ വായുവിന് ആ ദുർഗന്ധമോ അല്ലെങ്കിൽ സുഗന്ധമോ ഒരിക്കലും തന്നെ ബാധിക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞാൽ വായു ഇതൊന്നുമില്ലാത്തതായിട്ട് പോകുന്നു. അതേമാതിരി ആകാശം പോലെയും വായു പോലെയും സൂര്യനെ പോലെയും, സൂര്യനാണ് നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും കാരണമായിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ പറയാം വാസ്തവത്തിൽ. കാരണം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഉറങ്ങാൻ പോകുന്നു. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ ഓരോരുത്തർ അവരവരുടേതായിട്ടുള്ള പ്രവൃത്തിക്ക് പോകുന്നു. പക്ഷെ വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും സൂര്യനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ എന്താ പറയാ? യാതൊരു ബന്ധവുമില്ല. സൂര്യൻ ഇതിലൊക്കെ തന്നെ അലിപ്തനാണ് എന്ന് പറയാം. അതേമാതിരി മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് പലതരത്തിലായിട്ടുള്ള പീഡകൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കണോ. ഈ അനുഭവിക്കുന്നതൊക്കെ തന്നെ എന്താണ്? അവ ഇന്ദ്രിയങ്ങള് എന്താണ്? ഗുണങ്ങളിൽ വർത്തിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരിക്കലും തന്നെ അവയോട് ഒട്ടിപ്പിടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഇപ്രകാരം ഗുണദോഷങ്ങളെ കടന്നു പോകണം. അങ്ങനെ ഗുണദോഷങ്ങളെ കടന്നു പോയി കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം നന്മ തിന്മകളില്ല. മാത്രമല്ല അവനൊന്നിനെയും പ്രകീർത്തിക്കുന്നുമില്ല, അവനൊന്നിനെയും ശിക്ഷിക്കുന്നതുമില്ല എന്നുള്ളത് പറഞ്ഞു. ഈ അറിവ് വാസ്തവത്തില് ബൗദ്ധികമാണെങ്കിൽ തന്നെ കുറെയൊക്കെ ഭേദമാണ്. പക്ഷെ ബൗദ്ധികമായ മാത്രം പോരാ. എന്ത് വേണം? അത് അനുഭവജ്ഞാനമായിട്ട് മാറണം. അതായത് ജ്ഞാനം എന്നുള്ളത് വിജ്ഞാനമായിട്ട് മാറണം എന്നുള്ളതാണ്.
അത് ഭഗവാൻ 18ാമത്തെ ശ്ലോകത്തില് വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു. ശബ്ദബ്രഹ്മണി നിഷ്ണാതഃ ന നിഷ്ണായാത് പരേയതി ശ്രമസ്തസ്യ ശ്രമഫലോ ഹ്യദേനുമിവ രക്ഷതഃ. ശബ്ദബ്രഹ്മണി വേദത്തിലും അതേമാതിരി തന്നെ എന്താണ് ശാസ്ത്രങ്ങളിലും എല്ലാം തന്നെ നിഷ്ണാതഃ സമർത്ഥനാണ്, കുശലനാണ്, പണ്ഡിതനാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പരേ ബ്രഹ്മണി ന നിഷ്ണാതഃ, ആ പരമാത്മ വസ്തുവിനെ കുറിച്ച് അദ്ദേഹം നേരിട്ട് അവിടെ അനുഭവിക്കുന്നില്ല. അതിൽ അദ്ദേഹത്തിന് സാമർഥ്യമില്ല, അതിൽ കുശലതയില്ല, അതിൽ പാണ്ഡിത്യമില്ല. അങ്ങനെയാണെങ്കിൽ തസ്യ ശ്രമഫലഃ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഫലം, ആ അധ്വാനം മുഴുവൻ തന്നെ എന്താണ്? ശ്രമയേവ, വെറും അധ്വാനം മാത്രമായിട്ട് തീരണു. കാരണം ഭഗവാൻ പറഞ്ഞു അധേനം ഇവ രക്ഷിതഃ. കണ്ടോ, അധേനം എന്താണ്? പാല് കറക്കാത്തതായിട്ടുള്ള പശുവിനെ പോറ്റുന്നത് പോലെയാണ്. വീണ്ടും അടുത്ത ശ്ലോകത്തില് വീണ്ടും കുറേയും കൂടി ഉദാഹരണങ്ങൾ പറഞ്ഞു തരുന്നു ഭഗവാൻ. ഗാം ദുഗ്ധദോഹാം അസതീം ച ഭാര്യാം ദേഹം പരാധീനം അസത് പ്രജാം ച വിത്തം തു അതീർത്ഥീകൃതം അംഗ വാചം ഹീനാം മയാ രക്ഷതി ദുഃഖ ദുഃഖേ. ഗാം ദുഗ്ധദോഹാം രക്ഷതി, കറവറ്റ പശുവിനെ പോറ്റുന്നവൻ ദുഃഖ ദുഃഖി, അവൻ ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. അസതീം ഭാര്യാം, അസത്തായിരിക്കുന്ന ഭാര്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാർദ്ധക്യകാലത്ത് തന്നെ രക്ഷിക്കാൻ പറ്റില്ല, രക്ഷിക്കാത്തതായിരിക്കുന്ന ഭാര്യയെ പോറ്റുന്നത് പോലെ. പരാധീനം ദേഹം, അന്യന് അധീനമായിരിക്കുന്ന ഈ ദേഹത്തെ പോറ്റുന്നത് പോലെ. വാസ്തവത്തിൽ ഈ ദേഹം ആരുടേതാണ്? എന്റെ എന്ന് ഞാൻ പറയുമെങ്കിലും കൂടിയിട്ട് ഇതിന് അവകാശികൾ ധാരാളം പേരുണ്ട്. എന്റെ അച്ഛനമ്മമാര് പറയും ഈ ദേഹം ഞങ്ങൾ തന്നതാണ് എന്ന്. എന്റെ കുട്ടികളെ പറയും ഇത് ഞങ്ങളുടേതാണ് അച്ഛ എന്ന് പറയും. എന്റെ ഭാര്യ പറയും ഞാനാണ് അങ്ങേക്ക് ഭക്ഷണം പാകം ചെയ്തു തന്നത്, അതുകൊണ്ട് ഈ ദേഹത്തിലൊരു പങ്ക് എനിക്കുണ്ട് എന്ന് പറയും. എന്റെ സുഹൃത്തുക്കൾക്ക് വേണം, അത് എന്റെ മിത്രങ്ങൾക്ക് വേണം, എന്റെ ബന്ധുക്കൾക്ക് വേണം. അപ്പൊ ഇത് വാസ്തവത്തിൽ എന്താണ് എന്ന് വെച്ചാൽ അത് പരാധീനമാണ്. ആ പരാധീനമായിരിക്കുന്ന ശരീരത്തെ അനാവശ്യമായിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര പാടുപെടുന്നു നോക്കൂ. ആ സമയം മുഴുവൻ തന്നെ നമ്മൾ അതിനല്ല ചെലവഴിക്കേണ്ടത്, നേരെ മറിച്ച് അതിനകത്തിരിക്കുന്നതായിട്ടുള്ള ചൈതന്യത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. അതുകൊണ്ടാണ് അസതിയും ഭാര്യാം രക്ഷതി എന്ന് പറഞ്ഞത്. അവൻ ദുഃഖി, ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്ക് പോകുന്നു. അസത് പ്രജാം, അസത് പ്രജ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയസ്സുകാലത്ത് നമ്മളെ നോക്കാത്തതായിരിക്കുന്ന കുട്ടികളെ രക്ഷിക്കുന്നത് പോലെ എന്നർത്ഥം. അതീർത്ഥീകൃതം വിത്തം, ധനം എന്നുള്ളത് എന്താണ്? ധനത്തിൻ്റെതായിട്ടുള്ള ഈ അവകാശികളുണ്ട്, ആ അവകാശികൾക്ക് കൊടുക്കണം. ധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിഷയവസ്തുക്കളും അതിൽ പെടും. അത് ആർക്കുള്ളതാണ്? 5 തരത്തിലുള്ളതായിട്ടുള്ള അവകാശികളാണ് എന്ന് പറയും. അത് ദേവന്മാര് ഒരു അവകാശികളാണ്, ഋഷിമാര് വേറൊരു അവകാശികളാണ്, പിതൃക്കള് വേറൊരു അവകാശികളാണ്, അതിഥികള് അല്ലെങ്കിൽ മറ്റു മനുഷ്യര് വേറൊരു അവകാശികളാണ്, 5ാമതായിട്ട് മറ്റുള്ളതായിട്ടുള്ള ഭൂതങ്ങള് അതിൻ്റെതായിട്ടുള്ള അവകാശികളാണ്. ഇവർക്കൊക്കെ നമ്മൾ വിനിയോഗം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വെറും എന്താണ്? ആ സ്വത്തിനെ നമ്മൾ രക്ഷിക്കുന്നത് പോലെയായിട്ട് തീരും. അതുകൊണ്ടൊരു കാര്യവുമില്ല. അതാണ് അതീർത്ഥീകൃതം ഭിക്ഷം രക്ഷതി എന്ന് പറഞ്ഞത്. മാത്രമല്ല വേറെ ഒന്നുകൂടി ഭഗവാൻ വളരെ വിശദമായിട്ട് പറഞ്ഞു. മയാഹീനാം വാചം, ഞാനില്ലാത്തതായിട്ടുള്ള വാക്കുകള് അത് അർത്ഥവത്താകണമെന്നെങ്കിൽ എന്തുണ്ട്? അവിടെ ഭഗവാനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് വേണം. അപ്പോഴേ അത് അർത്ഥവത്തായിട്ട് തീരുന്നുള്ളൂ. അല്ലാത്ത വാക്കുകളൊക്കെ തന്നെ വ്യർത്ഥങ്ങളാണ്, നിരർത്ഥകങ്ങളാണ് എന്ന് പറയാ ശരിക്കും. അപ്പൊ ഇപ്രകാരമായിട്ട് തീരരുത്. നമ്മൾ അമൂല്യമായിരിക്കുന്ന മനുഷ്യ ശരീരത്തെ കിട്ടിയിട്ട് നമ്മൾ അതിനെ അനുഭവവേദ്യമാക്കാൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. കാരണം ആ ഈശ്വര സാക്ഷാത്കാരം എന്നത്, ആത്മ അനുഭൂതി എന്നുള്ളത് വാസ്തവത്തിൽ എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും ജന്മാവകാശമാണ്. ബർത്ത് റൈറ്റ് എന്ന് പറയും, ജന്മാവകാശമാണ്. എല്ലാവർക്കും അത് നേടിയെടുക്കാവുന്നതാണ്. അതിൽ വർണ്ണാശ്രമ വ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല, ഒരു വ്യത്യാസവും ഇല്ല. അവിടെ എല്ലാവരുടെയും ജന്മാവകാശമാണ്. അത് ഓരോരുത്തരും നേടിയെടുക്കേണ്ടത് തന്നെയാണ്. അത് നേടിയെടുക്കേണ്ടത് എങ്ങനെ പറഞ്ഞു തരണോ? ജ്ഞാനം വിജ്ഞാനമാകാൻ വേണ്ടിയിട്ട് ജ്ഞാനമാർഗമുണ്ട്, കർമ്മമാർഗമുണ്ട്, ഭക്തി മാർഗമുണ്ട് എന്ന് ഭഗവാൻ അവിടെ പറഞ്ഞു തരണു. ആദ്യമായിട്ട് ജ്ഞാനമാർഗമാണ് പറഞ്ഞു കൊടുത്തത് 21ാമത്തെ ശ്ലോകത്തില്. ഏവം ജിജ്ഞാസയാ ബൗഹ്യ നാനാത്വഭ്രമമാത്മനി ഉപാരമേത വിരജം മനോമയ്യർപ്യ സർവകേ. ഇപ്രകാരം ജിജ്ഞാസയാ, അറിവാനുള്ളതായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ആത്മനെ, തന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ആ പരമാത്മാവിലുള്ളതായിരിക്കുന്ന നാനാത്വഭ്രമത്തെ, പലതായിരിക്കണു എന്നുള്ളതായിട്ടുള്ള ഭ്രമത്തെ അപോഹ്യ, നശിപ്പിച്ചിട്ട് വിരജം മനഃ,
രജോ ഗുണമില്ലാത്തതായിരിക്കുന്ന മനസ്സ് പരിശുദ്ധമായിരിക്കുന്ന മനസ്സുകൊണ്ട് സർവഗേമയി എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള എന്നിൽ എന്ത് വേണം? ഉപാരമേത ഉപരമിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അതാണ് ജ്ഞാനമാർഗം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ചിന്തിക്കുക. ശരീരം എന്നുള്ളത് വെറും ജഡമാണ്. ജഡമായിരിക്കുന്ന ശരീരമല്ല ഞാൻ, നേരെ മറിച്ച് അതിനകത്തിരിക്കുന്നതായിട്ട് ചൈതന്യമാണ് ഞാൻ. ഇങ്ങനെയുള്ളതായിട്ട് ചിന്തകളിൽ കൂടിയിട്ട് മെല്ലെ മെല്ലെ നമ്മളെ എന്ത് വേണം? ജഡങ്ങളിൽ നിന്ന് വിട്ടിട്ട് ആ ചൈതന്യത്തിലേക്ക്, ഒരേ ഒരു ചൈതന്യത്തിലേക്ക് കൊണ്ടുപോകണം. അത് ജ്ഞാനമാർഗം എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത് പറഞ്ഞു കർമ്മമാർഗം. യദ്യനീശോധാരയിതം മനോ ബ്രഹ്മണി നിശ്ചലം മയി സർവാണി കർമാണി നിരപേക്ഷ സമാചര. ഇനിയോ ഇപ്രകാരം മനസ്സിനെ ഏകാഗ്രമായിട്ട് എന്നിൽ നിലനിർത്തുവാൻ നിനക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ, അല്ലയോ ഉദ്ധവ, നീ എന്ത് വേണം? എന്നിൽ എല്ലാ കർമ്മങ്ങളെയും നിരപേക്ഷ, ഫലാപേക്ഷയില്ലാണ്ടേ സമർപ്പിച്ചിട്ട് സമാചര, നല്ലവണ്ണം അനുഷ്ഠിക്കൂ. അത് കർമ്മമാർഗമാണ്. എന്തോ കർമ്മമാർഗത്തിലെല്ലാം തന്നെ ഭഗവാനിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരണോ? എന്റെ ഭഗവാനിൽ വേണ്ടിയിട്ട് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തരണത്? കാരണം ഇവിടെ ഭഗവാൻ അല്ലാണ്ട് ഒന്നുമില്ല. ഭഗവാനിൽ നിന്ന് ഇതെല്ലാം ഉണ്ടായി എന്ന് വെച്ചാൽ ഇതൊക്കെ എന്താണ്? ഭഗവാൻ തന്നെയാണ്. സ്വർണത്തിൽ നിന്ന് വളയുണ്ടായി, മാലയുണ്ടായി, മോതിരമുണ്ടായി എന്ന് പറഞ്ഞാൽ വളയും മാലയും മോതിരവും ഒക്കെ എന്താണ്? സ്വർണം തന്നെയാണ്. മണ്ണിൽ നിന്ന് കുടമുണ്ടായി എന്ന് പറഞ്ഞാൽ എല്ലാ കുടങ്ങളും എന്താണ്? മണ്ണ് തന്നെയാണ്. അതുമാതിരി ഭഗവാനിൽ നിന്ന് ഇത് മുഴുവൻ ഉണ്ടായി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്? ഭഗവാനോടാണ് സംസാരിക്കുന്നത്. ആരാണ് കേൾക്കുന്നത്? ഭഗവാൻ തന്നെയാണ് കേൾക്കുന്നത്. ചീത്ത പറയുന്നത് ആരെ? ഭഗവാനെയാണ്. നല്ലത് പറയുന്നത് ആരെ? ഭഗവാനെയാണ്. എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്, എന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. കാരണം എന്റെ ഭാര്യയുടെ രൂപത്തിലും എന്റെ കുട്ടികളുടെ രൂപത്തിലും ഉള്ളത് ആരാണ്? ആ ഭഗവാനാണ്. അപ്പൊ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി, എന്റെ കുട്ടികൾക്ക് വേണ്ടി എന്ന് പറയാതിരിക്കൂ. അതിന് പകരമായിട്ട് ഭഗവാന് വേണ്ടിയിട്ട് എന്ന് പറയൂ. മാത്രമല്ല ഇത് മുഴുവൻ തന്നെ, ഈ സൃഷ്ടി മുഴുവൻ തന്നെ ഭഗവാന്റെ ശരീരമായിട്ടാണ് പറയണത്. വിശ്വരൂപം, വിരാട സ്വരൂപം. ആ വിശ്വരൂപം വരുന്നതായിട്ട് സമയത്ത് എന്താണ്? നമ്മളൊക്കെ ആ ഭഗവാന്റെ ശരീരത്തിലായിട്ടുള്ള വ്യത്യസ്തങ്ങളായിരിക്കുന്ന അംഗങ്ങൾ മാത്രമാണ്. നമ്മുടെ ശരീരത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന അംഗങ്ങളുണ്ട്. കണ്ണുപോലെയല്ല, മൂക്ക് പോലെയല്ല, കൈ പോലെയല്ല, കാല് പോലെയല്ല, ചെവിയൊക്കെ വേറെ വേറെയാണ്. പക്ഷേ ഇതൊക്കെ എന്താണ്? വാസ്തവത്തില് ഒന്നാണ്. അത് ഞാൻ തന്നെയാണ്. മാത്രമല്ല നോക്കൂ, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതായിട്ട് സമയത്ത് ചോറ് കുഴയ്ക്കുന്നത് ആരാണ്? ഈ വിരലുകളാണ്. ആ വിരലുകൾ കുഴയ്ക്കുന്നതായിട്ട് ചോറ്, അതിൻ്റെതായിട്ടുള്ള പോഷണം മുഴുവൻ ആർക്കാണ്? വിരലുകൾക്ക് മാത്രമാണോ? കൈകൾക്ക് മാത്രമാണോ? ശരീരത്തിനാകമാനം വേണ്ടിയിട്ടല്ലേ? ഓർത്തു നോക്കൂ. വായിലിട്ടിട്ട് ചവയ്ക്കുന്നതായിട്ട് സമയത്ത് ആ ചവയ്ക്കുന്നത് പല്ലിന് വേണ്ടിയിട്ടോ, നാവിന് വേണ്ടിയിട്ടോ, വായയ്ക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ വയറിന് വേണ്ടിയിട്ടോ അല്ല. നേരെ വെച്ചിട്ട് ആകമാനം ശരീരത്തിന് വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണല്ലോ. അതേമാതിരി ഈ സൃഷ്ടി മുഴുവൻ തന്നെ ഭഗവാനാണ് എന്ന് പറയുന്നതായിട്ട് സമയത്ത് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഓരോ പ്രവൃത്തിയും ആർക്ക് വേണ്ടിയിട്ടാണ്? ഭഗവാന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് മയി അർപ്പ്യ, എന്നിൽ അർപ്പിക്കൂ എന്ന് ഭഗവാൻ പറയുന്നതായിട്ട് സമയത്ത് ഇത് മുഴുവൻ തന്നെ ഭഗവാനായി കണ്ടിട്ട് ചെയ്യുന്നതായിട്ട് എല്ലാ പ്രവൃത്തികളെയും ഭഗവാനിൽ സമർപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോഴേ ഭഗവാനിൽ സമർപ്പണം എന്നുള്ളത് പൂർണ്ണമായിട്ട് തീരുന്നുള്ളൂ, അർത്ഥവത്തായിട്ട് തീരുന്നുള്ളൂ, അതേ സഫലമായിട്ട് തീരുന്നുള്ളൂ. അതാണ് കർമ്മയോഗം. അങ്ങനെ കർമ്മയോഗത്തിൽ കൂടിയിട്ട് അന്ധക്കരണ ശുദ്ധി നേടിയിട്ട് ജ്ഞാനത്തിലേക്കോ ഭക്തിയിലേക്കോ പോകാം. ഇനി ഭക്തി മാർഗം പറഞ്ഞു. ശ്രദ്ധാലുർമേ കഥാ ശൃണ്വന് സുഭദ്ര ലോകഭാവനി ഗായൻ അനുസ്മരൻ കർമ്മ ജന്മജ അഭിനയൻ മുഹു. ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ഭഗവാന്റേതായിട്ടുള്ള കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ട്. കാരണം അവ സുഭദ്രങ്ങളാണ്, നമുക്ക് മംഗളത്തെ തരുന്നവയാണ്, ലോകത്തെ മുഴുവൻ തന്നെ പരിശുദ്ധീകരിക്കുന്നവനാണ്. അതിനെ ഗായന് പാടണം, അതിനെ അനുസ്മരന് അതിനെ എപ്പോഴും അനുസ്മരിക്കണം. പിന്നെയോ ഭഗവാന്റെ കർമ്മങ്ങളെയും ആ അവതാര ലീലകളെ കുറിച്ചിട്ടും എപ്പോഴും നമ്മൾ അഭിനയിക്കുകയും കൂടിയിട്ട് വേണമെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിന്റെ ഉള്ളില് അതൊക്കെ തന്നെ കണ്ടുകൊണ്ടേയിരിക്കണം എന്നർത്ഥം. അതാണ് ഭക്തി മാർഗം. ഭക്തി മാർഗം അത് ലഭിക്കാൻ വേണ്ടിയിട്ട് രണ്ട് വഴികൾ കൂടിയിട്ട് ഭഗവാൻ അവിടെ പറയുന്നു. 24-ാമത്തെ ശ്ലോകത്തിലും 25-ാമത്തെ ശ്ലോകത്തിലും മദർത്തേ ധർമ്മ കാമാർത്ഥാൻ ആചരൻ മതപാശ്രയ ലഭതേ നിശ്ചലാം ഭക്തി മയ്യുദ്ധവസനാഥനെ. ഭഗവാനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് എല്ലാ ധർമാർത്ഥ കാമങ്ങളെയും ഭഗവാനിൽ സമർപ്പിക്കണം. കാരണം പറഞ്ഞു തന്നു, ഒക്കെ ഭഗവാനേ ഉള്ളൂ, ഭഗവാനിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നതൊക്കെ തന്നെ ഭഗവാൻ. അപ്പൊ നമ്മൾ ചെയ്യുന്നതൊക്കെ ഭഗവാന് എന്ന് പറയുന്നതായിട്ട് സമയത്ത് സത്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യം മാത്രമല്ല, അത് സമൂഹത്തിന്റെ ആവശ്യമായിട്ട് തീരണു, സൃഷ്ടിയുടെ ആവശ്യമായിട്ട് തീരണു, ഭഗവാന്റെ ആവശ്യമായിട്ട് തീരണു. അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയാതിരിക്കും.
വീണ്ടും ആ കർമ്മയോഗം കൊണ്ട് നമുക്ക് ഭക്തി മാർഗത്തിലേക്ക് പ്രവേശിക്കാം. അതുമല്ലാന്നുണ്ടെങ്കിൽ സത്സംഗത്തിൽ കൂടിയിട്ട് സത്സംഗലബ്ധയാ ഭക്രിയാ മയിമാം യ ഉപാസിത സവൈമേ ദർശിതം സദ്ഭി അഞ്ജസാവിന്ദതേ പദം. സത്തുക്കളിൽ കൂടിയിട്ടുള്ള ആ സംഘം ഉണ്ടല്ലോ, അതോടുകൂടിയിട്ട് ഭഗവാനിൽ ഭക്തി ലഭിക്കുന്നു. ആ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ ഉപാസിക്കുന്നതായിട്ട് സമയത്ത് സത്തുക്കളാൽ കാണിച്ചു കൊടുക്കപ്പെട്ടതായിട്ടുള്ള ആ ഭഗവാന്റേതായിട്ടുള്ള പദത്തെ അഞ്ജസ യാതൊരു പ്രയാസവും കൂടാതെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്, നേടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അത് എല്ലാവർക്കും സാധ്യമായിട്ട് തീരണം. കാരണം പറഞ്ഞു, ആത്മസാക്ഷാത്കാരം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും എന്താണ് ജന്മാവകാശമാണ് എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ടുള്ള ആ ഉൾപ്രേരണ ഭഗവാൻ എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രവൃത്തിയെ എൻ്റെ ഗുരുനാഥന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.